നമസ്കാരം. സാവോയിലെ നരഭോജികൾ എന്ന കഥയുടെ രണ്ടാമത്തെ പാർട്ടിലേക്ക് ഏവർക്കും സ്വാഗതം. മറ്റുള്ള കഥകൾ പോലെ നേരിട്ട് കാര്യത്തിലേക്ക് കടക്കുന്ന ഒന്നല്ല ഈ കഥ. ഇത് ഉഗാണ്ട റെയിൽവേ നിർമ്മാണം എന്ന ചരിത്രപരമായിട്ടുള്ള സംഭവം കൂടി ഉൾപ്പെടുന്ന കഥയാണ്. അതുകൊണ്ട് ചിലർക്ക് അല്പം ലാഗ് തോന്നിയേക്കാം. പക്ഷേ ഇങ്ങനെയുള്ള കഥകൾ ക്യാപ്സ്യൂൾ നോളജ് പോലെ ചെയ്യേണ്ട ഒന്നല്ല എന്ന് ഞാൻ വിചാരിക്കുന്നു. അതുകൊണ്ടാണ് വളരെ വിശദമായിട്ടും പൂർണ്ണമായിട്ടും ഈ കഥ പറയുന്നത്. ഒന്നാമത്തെ പാർട്ടിന്റെ ലിങ്ക് വീഡിയോയുടെ കീഴിലും ഫസ്റ്റ് കമന്റിലും പിൻ ചെയ്യുന്നുണ്ട്. കാണാത്തവർ ലിങ്ക് വഴി കയറി വീഡിയോ കാണുമല്ലോ. നമുക്ക് കഥയിലേക്ക് കിടക്കാം. അധ്യായം 3. ഗുഡ്സ് വാഗണിന് നേരെയുള്ള ആക്രമണം. ഇക്കാലം അത്രയും ഞാൻ താമസിച്ചിരുന്ന ടെന്റിന് ചുറ്റും ഏതെങ്കിലും തരത്തിലുള്ള വേലികളോ മറ്റു തടസ്സങ്ങളോ കെട്ടി ഉറപ്പിച്ചിരുന്നില്ല. ഒരു തുറസായിട്ടുള്ള സ്ഥലത്തായിരുന്നു അത് ഉണ്ടായിരുന്നത്. ഒരു രാത്രിയിൽ മെഡിക്കൽ ഓഫീസറായ ഡോക്ടർ റോസ് എന്നോടൊപ്പം താമസിച്ചു. അന്ന് അർദ്ധരാത്രിയിൽ ടെന്റിന്റെ കയറുകൾക്കിടയിലൂടെ എന്തോ ഉരുണ്ടു വീഴുന്ന ശബ്ദം കേട്ടാണ് ഞങ്ങൾ ഞെട്ടി ഉണർന്നത്. ഒരു വിളക്കും എടുത്തുകൊണ്ട് പുറത്തേക്ക് പോയിട്ട് നോക്കിയെങ്കിലും ഒന്നും തന്നെ കാണുവാനായിട്ട് കഴിഞ്ഞില്ല. പക്ഷേ പിറ്റേന്ന് പകൽ വെളിച്ചത്തിൽ ഒരു സിംഹത്തിന്റെ കാലടയാളങ്ങൾ ടെന്റിന് പുറത്ത് വ്യക്തമായിട്ടും കണ്ടു. വാസ്തവത്തിൽ അന്ന് ഞങ്ങളിൽ ഒരാളോ അല്ലെങ്കിൽ മറ്റൊരാളോ ഭാഗ്യം കൊണ്ട് രക്ഷപ്പെട്ടു എന്ന് വേണം പറയുവാൻ. ഈ അനുഭവത്തിൽ നിന്നും ഒരു മുന്നറിയിപ്പ് കിട്ടിയതുകൊണ്ട് ഞാൻ ഉടൻ തന്നെ എൻ്റെ ക്വാർട്ടേഴ്സ് അവിടെ നിന്നും മാറ്റുവാനായിട്ട് ഏർപ്പാട് ചെയ്തു. ഈ ജില്ലയുടെ മെഡിക്കൽ ചുമതല ഏറ്റെടുക്കുവാനായിട്ട് സാവോയിൽ തമ്പടിച്ചിരുന്ന ഡോക്ടർ ബ്രോക്കിനൊപ്പം താമസിക്കുവാനാണ് ഞാൻ തീരുമാനിച്ചത്. ഉഗാണ്ടയിലേക്കുള്ള ചരക്കുകൾ കൊണ്ടുപോകുന്ന പഴയ പാതയോട് ചേർന്ന് നദിയുടെ കിഴക്ക് ഭാഗത്തായിട്ട് ഈന്തപ്പനയോലകളും അതിൻ്റെ ശിഖരങ്ങളും കൊണ്ട് ഞങ്ങൾ നിർമ്മിച്ച ഒരു കുടിൽ ഇരുവരും പങ്കിട്ടു. അതിനു ചുറ്റും വൃത്താകൃതിയിലുള്ള ഒരു ബോമ അല്ലെങ്കിൽ മുൾവേലി ഉണ്ടായിരുന്നു. അതാകട്ടെ ഏകദേശം 70 മീറ്റർ വ്യാസത്തിലും നല്ല കട്ടിയിലും ഉയരത്തിലും നിർമ്മിച്ചതാണ്. ഞങ്ങളുടെ സ്വകാര്യ ജോലിക്കാരും അതേ ചുറ്റുവേലിക്കുള്ളിലാണ് താമസിച്ചത്. രാത്രി മുഴുവനും തീവ്രമായിട്ട് എരിയുന്ന ഒരു തീക്കുണ്ടം എപ്പോഴും അണയാതെ കത്തിച്ചിരുന്നു. എല്ലാ ദിവസവും വൈകുന്നേരമാകുമ്പോൾ കാറ്റും തണുപ്പും കിട്ടുവാനായിട്ട് ഞാനും ബ്രോക്കും ഈ കുടിലിൻ്റെ വരാന്തയിൽ ഇരിക്കാറുണ്ട്. എങ്കിലും സിംഹം എപ്പോൾ വേണമെങ്കിലും ബോമയുടെ മുകളിലൂടെ പറന്നിറങ്ങി വരാം. അതുകൊണ്ട് അവിടെ ഇരുന്ന് വായിക്കുവാനോ എഴുതുവാനോ ശ്രമിക്കുന്നത് ഞങ്ങളെ സംബന്ധിച്ച് ബുദ്ധിമുട്ടുള്ളൊരു കാര്യമായിരുന്നു. അതുകൊണ്ട് ഞങ്ങൾ റൈഫിളുകൾ എളുപ്പത്തിൽ എടുക്കാവുന്ന വിധം കയ്യെത്തും ദൂരത്ത് തന്നെ സൂക്ഷിച്ചു. ഒപ്പം തീയുടെ വെളിച്ചത്തിൻ്റെ പരിമിതമായ വൃത്തത്തിനും അപ്പുറമുള്ള കൂരിരുട്ടിലേക്ക് ആകാംക്ഷയോടെ ഇടവിട്ട് നോക്കിക്കൊണ്ടുമിരിക്കും. 1-2 സന്ദർഭങ്ങളിൽ ആ സിംഹങ്ങൾ വേലിയുടെ അടുത്ത് വരെ എത്തിയതായിട്ട് രാവിലെ കണ്ടെത്തിയിട്ടുണ്ട്. പക്ഷേ ഭാഗ്യത്തിന് അവർ ആ വേലി മറികടന്നു വരുന്നതിൽ വിജയിച്ചില്ല. ഈ സമയമായപ്പോഴേക്കും തൊഴിലാളികളുടെ ക്യാമ്പുകളും മുൾവേലികൾ അടുക്കി വലയം ചെയ്ത് സംരക്ഷണം തീർത്തിരുന്നു. എങ്കിൽ പോലും ആ നരഭോജികൾക്ക് ആ വേലികൾ ചാടിക്കടക്കുവാനോ ബോമയുടെ ഏതെങ്കിലും ദുർബലമായിട്ടുള്ള ഒരു ഭാഗം തകർക്കുവാനോ കഴിഞ്ഞിരുന്നു. അങ്ങനെ പതിവായിട്ട് ഓരോ രാത്രികളിലും ഒരാളെ വെച്ച് സിംഹങ്ങൾ പിടിച്ചുകൊണ്ട് പോകുവാൻ തുടങ്ങി. തുടർച്ചയായിട്ട് തൊഴിലാളികളുടെ തിരോധാനത്തിൻ്റെ റിപ്പോർട്ടുകൾ വേദനാജനകമായിട്ടുള്ള ആവർത്തനത്തോടെ എൻ്റെ അടുത്തേക്ക് മിക്ക ദിവസങ്ങളിലും വന്നുകൊണ്ടിരുന്നു. വളരെ കാലമായി ഈ റെയിൽപാത പണിയുവാൻ തുടങ്ങിയിട്ട് 2000-3000 ആളുകൾ ഇവിടെ ജോലി ചെയ്യുന്നുണ്ട്. അവരുടെ ക്യാമ്പുകളാകട്ടെ വിശാലമായ സാവോ ദേശത്ത് പലയിടത്തായിട്ട് ചെതറിയാണ് കിടക്കുന്നത്. അതുകൊണ്ട് തങ്ങളുടെ കൂട്ടുകാരുടെ തിരോധാനങ്ങളെക്കുറിച്ചോ അവർ നേരിട്ട ഭയാനകമായിട്ടുള്ള മരണത്തെക്കുറിച്ചോ എല്ലാ കൂലിക്കാരും ഒന്നും അറിഞ്ഞിരുന്നില്ല. അല്ലെങ്കിൽ അവരതിന് വലിയ പ്രാധാന്യം കൊടുത്തില്ല. കാരണം നരഭോജികൾക്ക് തിരഞ്ഞെടുക്കുവാനായിട്ട് ഇത്രയധികം ഇരകൾ ഉള്ളതുകൊണ്ട് താൻ പിടിക്കപ്പെടുവാനുള്ള സാധ്യത വളരെ കുറവാണെന്ന് ഓരോ മനുഷ്യരും വിശ്വസിക്കുന്നുണ്ടെന്ന് എനിക്ക് തോന്നി. അതുകൊണ്ട് ചിതറിക്കിടക്കുന്ന ക്യാമ്പുകളെല്ലാം സംയോജിപ്പിച്ച് വളരെ വലിയൊരു ക്യാമ്പ് സ്ഥാപിച്ച് റെയിൽപാതയുടെ ജോലി മുൻപോട്ട് കൊണ്ടുപോകുവാനായിട്ട് തുടങ്ങിയ സമയം മുതലാണ് കാര്യങ്ങളാകെ തലകീഴായിട്ടും മറിഞ്ഞത്. സ്ഥിരമായിട്ട് എനിക്ക് വേണ്ട പ്രധാനപ്പെട്ട ജോലികൾ ചെയ്യുവാനായിട്ട് 100 കണക്കിന് ആളുകൾ മാത്രമാണ് എൻ്റെ കീഴിൽ ഉണ്ടായിരുന്നുള്ളൂ. ബാക്കിയുള്ള എല്ലാ തൊഴിലാളികളും ഒരുമിച്ചാണ് ക്യാമ്പ് ചെയ്തു വന്നത്. അതോടെ അവരുടെ നേർക്ക് സിംഹങ്ങളുടെ ശ്രദ്ധ കൂടുതലായിട്ട് പതിഞ്ഞു. ആ വലിയ ക്യാമ്പിനെ അവർ ലക്ഷ്യം വെച്ചു. അനന്തരഫലമായി ഒരു പരിഭ്രാന്തി അവിടെയുള്ള തൊഴിലാളികളിൽ ഉടലെടുത്തു. അവരെ എന്ത് വില കൊടുത്തും ജോലിയിൽ തുടരുവാൻ പ്രേരിപ്പിക്കുന്നതിന് എൻ്റെ എല്ലാ കഴിവുകളും ഉപയോഗിക്കേണ്ടി വന്നു. ഓരോ ക്യാമ്പിന് ചുറ്റും അസാധാരണമായ ഉയരവും കട്ടിയുള്ളതുമായ ബോമകൾ നിർമ്മിക്കും വരെ എല്ലാ ജോലികളും അവസാനിപ്പിക്കുവാനായിട്ട് ഞാൻ അവരോട് ആവശ്യപ്പെട്ടു. ഇങ്ങനെ ചെയ്യുവാനായിട്ട് ശ്രമിച്ചതുകൊണ്ട് മാത്രമാണ് അവരെ അല്പമെങ്കിലും അനുനയിപ്പിക്കുവാനായിട്ട് എനിക്ക് സാധിച്ചത്. ഈ വലിയ ചുറ്റുവേലിക്കുള്ളിൽ രാത്രി മുഴുവനും വലിയ അളവിൽ തീ കത്തിച്ചുകൊണ്ടിരുന്നു. കൂടാതെ സൗകര്യപ്രദമായ ഒരു മരത്തിൽ തൂക്കിയിട്ട 1/2 ഡസനോളം വരുന്ന ഒഴിഞ്ഞ ഓയിൽ ടിന്നുകൾ കൂട്ടിയിടിപ്പിച്ചുകൊണ്ട് ശബ്ദമുണ്ടാക്കുവാൻ ഒരു രാത്രി കാവൽക്കാരനെ നിയമിച്ചു. തൻ്റെ കൂടാരത്തിൻ്റെ ഉള്ളിൽ സുരക്ഷിതമായിട്ടിരുന്നുകൊണ്ട് അവൻ നീണ്ട ഒരു കയറുകൊണ്ട് അത് ഭംഗിയായിട്ട് കൈകാര്യം ചെയ്തു. നരഭോജികളെ ഭയപ്പെടുത്താമെന്ന പ്രതീക്ഷയിൽ രാത്രിയിൽ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഉണ്ടാക്കുന്ന പേടിപ്പിക്കുന്ന ഈ ശബ്ദം അനുസ്യൂതം ഉയർന്നുകൊണ്ടിരുന്നു. എന്നാൽ ഇത്തരം മുൻകരുതലുകൾ എല്ലാം തന്നെ എടുത്തിട്ടും സിംഹങ്ങളെ പ്രതിരോധിക്കുന്നതിൽ ഞങ്ങൾ പരാജയപ്പെട്ടു. മനുഷ്യർ അപ്രത്യക്ഷമാകുന്നത് തുടർ സംഭവമായി. റെയിൽവേയുടെ നിർമ്മാണവുമായിട്ട് തൊഴിലാളികൾ മുൻപോട്ട് നീങ്ങി. അതോടെ അവരുടെ ആശുപത്രി ക്യാമ്പ് അനാഥമായിട്ട് അവശേഷിച്ചു. എൻ്റെ കുടിലിൽ നിന്നും 3/4 മൈൽ ദൂരെ
ഒരു തുറസായിട്ടുള്ള ഇടത്ത് മറ്റ് ക്യാമ്പുകളിൽ നിന്നും വ്യത്യസ്തമായിട്ട് അകലം പാലിച്ചാണ് ഈ ക്യാമ്പ് നിലകൊള്ളുന്നത്. നല്ല കട്ടിയുള്ള ചുറ്റുവേലിയാൽ ഈ ക്യാമ്പിനെ സംരക്ഷിച്ചിരുന്നു. ഒറ്റ നോട്ടത്തിൽ അത് തികച്ചും സുരക്ഷിതമായിരുന്നു. എങ്കിലും ആ നാരകീയ പിശാചുകൾക്ക് തടസ്സങ്ങൾ തീർക്കുവാനായിട്ട് ഇതൊന്നും തന്നെ മതിയാകില്ല എന്ന് പറയേണ്ടതുണ്ട്. അങ്ങനെ പറയുവാനായിട്ടൊരു കാരണവുമുണ്ട്. വളരെ കാലം മുൻപേ നരഭോജികളിൽ ഒരെണ്ണം ആ ബോമയിൽ ദുർബലമായിട്ടുള്ളൊരു സ്ഥലം കണ്ടെത്തി അത് തകർത്ത് ഉള്ളിൽ പ്രവേശിച്ചിരുന്നു. അന്നൊരു ആശുപത്രി അസിസ്റ്റന്റ് വളരെ അത്ഭുതകരമായിട്ട് രക്ഷപ്പെട്ടു. പുറത്ത് എന്തോ ഒരു ശബ്ദം അവൻ കേട്ടു. അവൻ തൻ്റെ കൂടാരത്തിൻ്റെ വാതിൽ തുറന്നു നോക്കി. അപ്പോൾ ഏതാനും മീറ്റർ അകലെ നിന്നുകൊണ്ട് ഒരു വലിയ സിംഹം തന്നെ തുറച്ചു നോക്കുന്നതാണ് അവൻ കണ്ടത്. അയാൾ ഭയന്നുപോയി. നരഭോജി അവന് നേരെ കുതിച്ചു ചാടി. പേടിച്ചിരണ്ട അസിസ്റ്റന്റ് നേരെ പിന്നിലേക്ക് ചാടി. അയാളുടെ ഭാഗ്യത്തിന് മെഡിക്കൽ സാധനങ്ങൾ അടങ്ങിയ ഒരു പെട്ടി തലകീഴ്മേൽ മറിഞ്ഞു. താഴെ വീണ ഗ്ലാസുകൾ പൊട്ടുന്ന ഒരു വലിയ ശബ്ദമുണ്ടായി. ഇത് കേട്ട് അമ്പരന്ന സിംഹം ഒരു നിമിഷം നിശ്ചലനായി. പിന്നെ അത് ഭയന്ന് ചുറ്റുമതിലിൻ്റെ മറ്റൊരു ഭാഗത്തുകൂടി എടുത്തു ചാടി ഓടിപ്പോയി. എന്നാൽ ഇവിടെയും നരഭോജിയാണ് ഭാഗ്യം തുണച്ചത്. അവൻ കുതിച്ചു ചാടിയത് 8 രോഗികൾ കിടക്കുന്ന ഒരു കൂടാരത്തെയും തകർത്തുകൊണ്ടായിരുന്നു. അവരിൽ 2 പേർക്ക് ആ കുതിച്ചുചാട്ടത്തിൽ ഗുരുതരമായിട്ടുള്ള പരിക്കേറ്റു. മൂന്നാമതൊരു പാവത്തിനെ അത് പിടികൂടി. പിന്നെ മുൾവേലിയുടെ ഇടയിലൂടെ അയാളുടെ ശരീരം വലിച്ചഴിച്ചു. മുറിവേറ്റ മറ്റ് 2 കൂലിപ്പണിക്കാരെ കിടന്നിടത്ത് തന്നെ ഉപേക്ഷിച്ചു. കീറിയ ഒരു ടെന്റിന്റെ ഒരു കഷ്ണം അവരുടെ മേലേക്കും വീണിരുന്നു. ഈ അവസ്ഥയിലാണ് ഞാനും ഡോക്ടറും അടുത്ത ദിവസം രാവിലെ അവിടെ എത്തിയപ്പോൾ അവരെ കണ്ടെത്തിയത്. അതോടെ ആശുപത്രി പ്രധാന ക്യാമ്പിനടുത്തേക്ക് മാറ്റുവാനായിട്ട് ഞങ്ങൾ ഉടൻ തന്നെ തീരുമാനിച്ചു. അങ്ങനെ ഒരു പുതിയ സൈറ്റ് തയ്യാറാക്കി. ചുറ്റുവേലിക്ക് ചുറ്റിനുമായിട്ട് മുള്ളുള്ള കുറ്റിച്ചെടികൾ നിരത്തിവെച്ചു. തടിച്ച വേലികൾ കെട്ടി ഉറപ്പിച്ചു. രാത്രിയാകും മുൻപ് എല്ലാ രോഗികളെയും അവിടേക്ക് മാറ്റുകയും ചെയ്തു. സിംഹങ്ങൾ ഈയിടെയായിട്ട് ആളൊഴിഞ്ഞ ക്യാമ്പുകൾ സന്ദർശിക്കാറുണ്ടെന്ന് ഞാൻ കേട്ടിരുന്നു. അതുകൊണ്ട് അവയിലൊന്നിനെ വീഴ്ത്തുവാനുള്ള ഒരു അവസരം ലഭിക്കുമെന്ന പ്രതീക്ഷയിൽ ഒരു ഒഴിഞ്ഞ ബോമയിൽ രാത്രി മുഴുവനും ഇരിക്കുവാനായിട്ട് തീരുമാനിച്ചു. എന്നാൽ ഞാൻ അവിടെ ഏകനായിട്ട് ജാഗരൂകനായിട്ടിരിക്കുന്ന വേളയിൽ അർദ്ധരാത്രിയിൽ പുതിയ ആശുപത്രി സ്ഥാപിച്ച ദിശയിൽ നിന്നും വരുന്ന അലർച്ചകളും നിലവിളികളുമാണ് എന്നെ വരവേറ്റത്. ഞങ്ങളുടെ ഭീകരന്മാരായിട്ടുള്ള ശത്രുക്കൾ ഒരിക്കൽ കൂടി തന്ത്രപൂർവ്വം എന്നെ ഒഴിവാക്കിയെന്ന് വളരെ വ്യക്തമായിട്ടും ആ നിലവിളികൾ എന്നോട് പറഞ്ഞു. അടുത്ത പ്രഭാതത്തിൽ പകലോന്റെ വെളിച്ചത്തിൽ ആ സ്ഥലത്തേക്ക് പാഞ്ഞപ്പോൾ അറിയുവാനായിട്ട് കഴിഞ്ഞത് ഇതാണ്: നരഭോജ്യ സിംഹങ്ങളിൽ ഒന്ന് പുതിയതായിട്ട് സ്ഥാപിച്ച ചുറ്റുവേലിക്ക് മുകളിലൂടെ കുതിച്ചു ചാടി ആശുപത്രിയിൽ വെള്ളം ചുമക്കുന്നയാളെ, അയാളെ ഫിസ്തി എന്നാണ് വിളിക്കാറ്. എന്തായാലും ഈ സിംഹം ആ ഫിസ്തിയെ പിടിച്ചുകൊണ്ടുപോയി. അതിനുള്ളിൽ നടന്ന ദാരുണമായ ഈ സംഭവം വലിയ തോതിൽ ആഴുകൂട്ടിയ ക്യാമ്പ് ഫയർ മൂലം ലഭ്യമായിട്ടുള്ള പ്രകാശം ഉണ്ടായിരുന്നിട്ട് കൂടിയും മറ്റു കൂലികൾ കണ്ടില്ല. ഈ കണ്ടെത്തൽ എന്നെ അത്ഭുതപ്പെടുത്തി. കൊല്ലപ്പെട്ട ഫിസ്തിയാകട്ടെ അവൻ്റെ തല ടെന്റിന്റെ മധ്യഭാഗത്തേക്ക് ആക്കിയിട്ട് തറയിൽ വെറുതെ കിടക്കുകയായിരുന്നു. പക്ഷേ അവൻ്റെ പാദങ്ങൾ ടെന്റിന്റെ അറ്റത്തായിട്ട് തൊട്ടാണ് കിടന്നത്. ഇതുമൂലം സിംഹത്തിന് ക്യാൻവാസിന് താഴെ കൂടി തല ഉന്തിക്കയറ്റി അവൻ്റെ കാലി പിടിച്ച് വലിച്ച് പുറത്തേക്കെടുക്കുവാനായിട്ട് സാധിച്ചു. ഭയത്തിൻ്റെ അകമ്പടിയോടെ ആ ഫിസ്തി സിംഹം തന്നെ വലിച്ചിഴയ്ക്കുന്നത് തടയുവാനായിട്ട് ഒരു വിഫല ശ്രമം നടത്തി. ഒരു ഭാരമേറിയ പെട്ടിയിൽ അയാൾ മുറുക്കി പിടിച്ചു. എന്നാൽ പെട്ടിയോടൊപ്പം സിംഹം അവനെ പുറത്തേക്ക് വലിച്ചിഴച്ചു. പക്ഷേ ടെന്റിന്റെ അരികിൽ തട്ടി പെട്ടി നിന്നതുകൊണ്ട് അയാളുടെ പിടുത്തം വിട്ടുപോയി. പിന്നെ അവൻ ടെന്റിന്റെ ഒരു കയറിലാണ് മുറുക്കി പിടിച്ചത്. ആ കയർ പൊട്ടും വരെ അവൻ അതിൽ നിന്നും പിടിവിട്ടില്ല. നരഭോജി അവനെ ടെന്റിൽ നിന്നും പുറത്താക്കിയ ഉടനെ അവൻ്റെ തൊണ്ടയിലേക്ക് ചാടി വീണ് കടിമുറുക്കി. കുറച്ച് ക്രൂരമായിട്ടുള്ള കുലുക്കങ്ങൾക്ക് ശേഷം പാവം ഫിസ്തിയുടെ വേദനാജനകമായ നിലവിളി എന്നേക്കുമായിട്ട് അവസാനിച്ചു. എലിയെ കടിച്ചു പിടിച്ചു കൊണ്ടുപോകുന്ന ഒരു വലിയ പൂച്ചയെപ്പോലെ ആ ക്രൂരജന്തു അവനെ കടിച്ചു പിടിച്ചു വലിച്ചു. എന്നിട്ട് ദുർബലമായ ഒരു സ്ഥലവും അന്വേഷിച്ച് ബോമയുടെ ഉള്ളിലൂടെ ഓടുവാൻ തുടങ്ങി. അവസാനം നരഭോജി ദുർബലമായിട്ടുള്ള ഒരു ഭാഗം കണ്ടെത്തി. അതുവഴി തൻ്റെ ഇരയെ വലിച്ചഴിച്ച് നൂഴ്ന്നത് കടന്നുപോയി. അയാളുടെ ശരീരത്തിൽ അവശേഷിച്ച കീറിയ അല്പം തുണി കഷ്ണവും പിഞ്ചിപ്പറിഞ്ഞ മാംസവും മുള്ളുവേലികൾക്കിടയിലൂടെ ഫിസ്തി വലിച്ചിഴക്കപ്പെട്ടതിന്റെ തെളിവുകളായിട്ട് അവശേഷിച്ചു. ഡോക്ടർ ബ്രോക്കിനും എനിക്കും സിംഹം കടന്നുപോയ ട്രാക്ക് വളരെ എളുപ്പത്തിൽ പിന്തുടരുവാനായിട്ട് കഴിഞ്ഞു. താമസിയാതെ 400 മീറ്റർ അകലെയുള്ള ഒരു കുറ്റിക്കാട്ടിൽ നിന്നും ഫിസ്തിയുടെ അവശിഷ്ടങ്ങൾ കണ്ടെത്തി. പതിവുള്ളതുപോലെ അതൊരു ഭയാനകമായ കാഴ്ചയായിരുന്നു. ഗതികെട്ട ആ മനുഷ്യന്റെ ശരീരാവശിഷ്ടങ്ങൾ വളരെ കുറച്ച് മാത്രമായിരുന്നു അവിടെ അവശേഷിച്ചത്. തലയോട്ടി, താടിയെല്ലുകൾ, ഏതാനും കുറച്ച് വലിയ അസ്ഥികൾ, വേർപെടാത്ത 1-2 വിരലുകളുള്ള ഒരു കൈപ്പത്തിയുടെ ഭാഗം, അത്രമാത്രം. അതിലൊന്നിലൊരു വെള്ളി കെട്ടിയ മോതിരമുണ്ടായിരുന്നു. ആ മോതിരത്തിൽ ഏതോ ജീവിയുടെ പല്ലുകൾ പതിപ്പിച്ചിരുന്നു. ഇന്ത്യയിലെ ചില ജാതിക്കാർ വളരെ വിലമതിക്കുന്ന ഒന്നാണിത്. ഞങ്ങൾ ആ മോതിരം ഇന്ത്യയിലുള്ള ആ പുരുഷന്റെ വിധവയ്ക്ക് അയച്ചു കൊടുത്തു. ഇത്രയും ആയതോടെ വീണ്ടും ആശുപത്രി മറ്റൊരിടത്തേക്ക് മാറ്റുവാനായിട്ട് തീരുമാനിച്ചു. അന്ന് രാത്രിയാകും മുൻപ് കൂടുതൽ ശക്തവും തടിച്ചതുമായിട്ടുള്ള തടികൾ അടുക്കി നിരത്തി ബോമ ഉൾപ്പെടെയുള്ള ജോലികൾ പൂർത്തിയാക്കി. അതിനുശേഷം ആശുപത്രിയിലേക്ക് രോഗികളെ മാറ്റി പാർപ്പിച്ചു. അതോടെ ഉപേക്ഷിക്കപ്പെട്ട ആ സൈറ്റിന് സമീപത്തുകൂടി പോകുന്ന പാളത്തിൽ എനിക്ക് അനുകൂലമായ ഒരു ഭാഗത്ത് ഒരു ഗുഡ്സ് വാഗണും സ്ഥാപിക്കുവാൻ കഴിഞ്ഞു. അന്ന് രാത്രിയിൽ അതിനുള്ളിൽ ബ്രോക്കും ഞാനും ഇരിക്കുവാനുള്ള ക്രമീകരണം ഉണ്ടാക്കി. ഞങ്ങളുടെ ചുറ്റുവേലിക്കുള്ളിൽ ഇപ്പോഴും 2 ടെന്റുകൾ ഉപേക്ഷിച്ചതുപോലെ ഇട്ടിരുന്നു.
മാത്രവുമല്ല സിംഹങ്ങൾക്ക് ഇരയായിട്ട് കുറച്ച് കന്നുകാലികളെയും അതിൽ കെട്ടിയിട്ടു. അന്ന് ഉച്ച കഴിഞ്ഞു. അതൊരു ഏപ്രിൽ 23-ാം തീയതി ആയിരുന്നു. പരിസരത്തുള്ള 3ഓളം സ്ഥലങ്ങളിൽ സിംഹങ്ങളെ കണ്ടു എന്നുള്ള വാർത്ത ഞങ്ങളെ തേടിയെത്തി. സാവോയിൽ നിന്നും 4 മൈൽ അകലെയുള്ള ഒരു റെയിൽവേ ലൈനിലൂടെ നടന്നുപോയൊരു കൂലിയെ ഇവറ്റകൾ പിടികൂടുവാനായിട്ടൊരു ശ്രമം നടത്തി. എങ്കിലും ഭാഗ്യത്തിന് അയാൾക്ക് ഒരു മരത്തിന്റെ മുകളിലേക്ക് വലിഞ്ഞു കയറി രക്ഷപ്പെടുവാനുള്ള സമയം കിട്ടി. പിന്നീട് ട്രാഫിക് മാനേജർ അവിടെ എത്തി അവനെ രക്ഷിക്കും വരെ ആ മരത്തിൽ ജീവച്ഛവമായിട്ട് അയാൾ കഴിഞ്ഞുകൂടി. അപ്പോൾ അതുവഴിക്ക് കടന്നുപോയ ഒരു ട്രെയിനിൽ നിന്നുകൊണ്ട് അദ്ദേഹം അവനെ കണ്ടു. അതുകൊണ്ടാണ് ട്രെയിൻ നിർത്തി രക്ഷിച്ചത്. അതിനുശേഷം സിംഹങ്ങൾ സാവോ സ്റ്റേഷന്റെ സമീപത്ത് പൊടുന്നനെ പ്രത്യക്ഷപ്പെട്ടു. ഏതാനും മണിക്കൂറുകൾക്ക് ശേഷം ഡോക്ടർ ബ്രോക്ക ആശുപത്രിയിൽ നിന്ന് സന്ധ്യാസമയത്ത് മടങ്ങുമ്പോൾ സിംഹങ്ങളിൽ ഒന്ന് അവനെ പിന്തുടരുന്നത് ചില ജോലിക്കാർ കാണുകയും ചെയ്തു. ഞങ്ങൾ ഒരു പദ്ധതി ആസൂത്രണം ചെയ്തു. അതിന് പ്രകാരം ഞാനും ഡോക്ടറും അത്താഴവും കഴിഞ്ഞ് ഞങ്ങളുടെ കുടിലിൽ നിന്നും 1 മൈൽ അകലെയുള്ള ഗുഡ്സ് വാഗണിലേക്ക് നടപ്പ് തുടങ്ങി. അതിനുശേഷമുണ്ടായ സംഭവങ്ങളുടെ വെളിച്ചത്തിൽ നോക്കിയാൽ ഇത്രയും വൈകി ഞങ്ങൾ ആ സ്ഥാനത്ത് ഇരിക്കുവാനായിട്ട് തയ്യാറായത് വലിയൊരു മണ്ടത്തരമായിരുന്നു എന്ന് നിങ്ങൾക്ക് മനസ്സിലാകും. എന്തായാലും ഞങ്ങൾ വളരെ സുരക്ഷിതരായിട്ട് ലക്ഷ്യസ്ഥാനത്ത് എത്തി. രാത്രി ഏകദേശം 10 മണിയോടുകൂടി ഞങ്ങൾ വാഗണിൽ ഇരുന്ന് നിരീക്ഷണം തുടങ്ങി. വാഗണിന്റെ വാതിലിന്റെ താഴത്തെ പകുതി ഭദ്രമായിട്ട് അടച്ചിരുന്നു. മുകളിലെ പകുതിയാകട്ടെ നിരീക്ഷണത്തിന് വേണ്ടി തുറന്നുമിട്ടു. ജോലിക്കാർ ഉപേക്ഷിച്ച ബോമയുടെ ദിശയിലേക്കാണ് ഞങ്ങൾ നോക്കിയിരുന്നത്. എന്നാൽ കൂരിട്ട് കാരണം ഒന്നും തന്നെ കാണുവാനായിട്ട് കഴിഞ്ഞില്ല. 1-2 മണിക്കൂർ വളരെ നിശബ്ദമായിട്ട് കടന്നുപോയി. ചുറ്റും വളരെ മാരകമായ നിശബ്ദത. അതാകട്ടെ ഒരേ രീതിയിൽ തന്നെ ഭീതിദായകമായിട്ട് തുടരുന്നു. പെട്ടെന്ന് ഞങ്ങളുടെ വലതുവശത്ത് എവിടെയോ നിന്നും ഉണങ്ങിയ ഒരു ചില്ല ഒടിയുന്ന ശബ്ദം കേട്ടു. അതെന്താണെങ്കിലും ഏതോ ഒരു മൃഗമാണെന്ന് മനസ്സിലായി. തൊട്ടു പിന്നാലെ ഏതോ കനമേറിയ ഒരു ശരീരം ബോമയുടെ മുകളിലൂടെ മറുപുറത്തേക്ക് ചാടിയതുപോലെ ഒരു മങ്ങിയ മുഴക്കവും ഞങ്ങൾ കേട്ടു. അതോടൊപ്പം കന്നുകാലികൾ വളരെ അസ്വസ്ഥരായിട്ട് വിരളി പിടിച്ച് കൂട്ടപ്പാച്ചിൽ നടത്തുന്നതും കേട്ടു. പിന്നെ വീണ്ടും സർവത്ര നിശബ്ദത വ്യാപിച്ചു. ഈ അവസരത്തിൽ സിംഹം ഇരയുമായിട്ട് ഞങ്ങളുടെ ദിശയിലേക്ക് വന്നാൽ ആ സ്ഥാനത്ത് നിൽക്കുന്നതുകൊണ്ട് നന്നായിട്ട് കാണുവാനായിട്ട് കഴിയും. എങ്കിലും വാഗണിൽ നിന്നും ഇറങ്ങി അടുത്തുള്ള നിലത്ത് പതിഞ്ഞു കിടക്കാമെന്ന് ഞാൻ കൂട്ടുകാരനോട് നിർദ്ദേശിച്ചു. എന്നാൽ ബ്രോക്ക് ഞാൻ ഇരിക്കുന്ന ഇടത്ത് തന്നെ ഇരിക്കുവാനാണ് പറഞ്ഞത്. ഈ നിർദ്ദേശം കിട്ടി കുറച്ച് നിമിഷങ്ങൾക്ക് ശേഷം ഞാൻ യാതൊരു എതിർപ്പും കൂടാതെ അദ്ദേഹത്തിന്റെ ഉപദേശം അംഗീകരിച്ചു. അതൊരു ഭാഗ്യമായിരുന്നു. കാരണം ആ സമയത്ത് ആ നരഭോജി ഞങ്ങൾ അറിയാതെ നിശബ്ദമായിട്ട് ഞങ്ങളെ നിരീക്ഷിക്കുന്നുണ്ടായിരുന്നു. നരഭോജി ഏതാണ്ട് ഞങ്ങൾക്ക് നേർക്ക് കുതിച്ചു ചാടാവുന്ന അകലത്തിലായിരുന്നു. ബോമയുടെ പ്രവേശന കവാടത്തെ ബന്ദോബസ്താക്കുവാനായിട്ട് ഞാൻ മുൻകൂട്ടി തൊഴിലാളികൾക്ക് ഉത്തരവുകൾ നൽകിയിരുന്നു. അതുകൊണ്ട് സിംഹം ഇരയുമായിട്ട് വേലിക്കിടയിലൂടെ പുറത്തേക്ക് ചാടുന്നത് കേൾക്കാമെന്ന പ്രതീക്ഷയിൽ ഞങ്ങൾ കാതുകൾ കൂർപ്പിച്ചിരുന്നു. ആ സമയത്ത് വാഗണിന്റെ വാതിൽ ഭദ്രമായിട്ട് അടച്ചിരുന്നില്ല എന്ന കാര്യം മറക്കരുത്. ഈ സിംഹം ഇത്രയും നേരം ബോമയ്ക്കുള്ളിൽ എന്ത് ചെയ്യുകയാണെന്ന് ഞങ്ങൾ ആശ്ചര്യത്തോടെ ചിന്തിച്ചു. എന്നാൽ ആ സമയത്ത് അവൻ നിശബ്ദമായിട്ട് പുറത്തിരുന്ന് ഞങ്ങളെ നിരീക്ഷിക്കുന്നുണ്ടായിരുന്നു. അതേ സമയത്ത് എന്തോ ഒന്ന് ഞങ്ങളുടെ നേരെ വരുന്നത് ഞാൻ കണ്ടു. ഒരു പക്ഷേ ഭയം മൂലം എൻ്റെ മനസ്സിലുണ്ടായ തോന്നലുമാകാമത്. എങ്കിലും കനത്ത ഇരുട്ടിലേക്ക് ദീർഘനേരം നോക്കി ആയാസപ്പെട്ട എൻ്റെ കണ്ണുകളെ വിശ്വസിക്കുവാനായിട്ട് ഞാൻ ഭയപ്പെട്ടു. ഞാൻ ശ്വാസം മടക്കിക്കൊണ്ട് ബ്രോക്കിനോട് എന്തെങ്കിലും കാണുന്നുണ്ടോ എന്ന് ചോദിച്ചു. അപ്പോഴും അല്പം ദൂരെയായിട്ട് ഇരുണ്ട് കാണപ്പെട്ട ആ രൂപത്തിനെ എൻ്റെ റൈഫിൾ കൊണ്ട് വെടിവെക്കുവാനായിട്ട് കഴിയുമായിരുന്നു. ബ്രോക്കാകട്ടെ ആദ്യം മറുപടി ഒന്നും പറഞ്ഞില്ല. പിന്നീട് അവനും എന്തോ ഒരു ചലനം താനും കണ്ടതായിട്ട് തോന്നിയെന്ന് പറഞ്ഞു. പക്ഷെ ഒന്നും ഉറപ്പില്ല. ഞാൻ പെട്ടെന്ന് വെടിവെക്കുമെന്ന് കരുതിയാണ് അവൻ എന്നോടത് പറയുവാനായിട്ട് മടിച്ചത്. അതുമൂലം നല്ല ഒരു അവസരമാണ് നഷ്ടപ്പെട്ടത്. അതിനുശേഷം 1-2 നിമിഷങ്ങൾ നിശബ്ദത വ്യാപിച്ചു. പൊടുന്നനെ ഒരു വലിയ ശരീരം ഞങ്ങൾക്ക് നേരെ കുതിച്ചു പാഞ്ഞെടുക്കുന്നതാണ് കണ്ടത്. സിംഹം ഞാൻ ഉച്ചത്തിൽ അലറി. ഞങ്ങൾ 2 പേരും ഒരു നിമിഷം പോലും വൈകാതെ ഏതാണ്ട് ഒരേ സമയം അതിനു നേർക്ക് വെടിവെച്ചു. അങ്ങനെ ചെയ്യുവാനായിട്ട് അമാന്തിച്ചിരുന്നുവെങ്കിൽ അടുത്ത നിമിഷം ആ നരഭോജി വാഗണിന്റെ ഉള്ളിലേക്ക് ലാൻഡ് ചെയ്യുമായിരുന്നു. 2 തോക്കിൽ നിന്നും ഒരേ സമയത്ത് പുറപ്പെട്ട തിരയുടെ മിന്നൽ മൂലം ഏതാണ്ട് അന്ധനായതുകൊണ്ടാവണം നരഭോജി തന്റെ കുതിപ്പിന്റെ ലക്ഷ്യമൊന്ന് മാറ്റി. കൂടാതെ വാഗണിന്റെ പൊള്ളയായ ഇരുമ്പ് മേൽക്കൂരയുടെ ഉള്ളിൽ നിന്നും വെച്ച 2 വെടിയുടെ ശബ്ദം 100 ഇരട്ടിയായിട്ട് പ്രതിധ്വനിച്ചതും അതിനെ ഭയപ്പെടുത്തിയിരിക്കണം. ഞങ്ങൾ അത്രയേറെ ജാഗ്രതയോടെ ഇരുന്നതുകൊണ്ട് മാത്രമാണ് രക്ഷപ്പെട്ടത്. അല്ലെങ്കിൽ അത് ഞങ്ങളിൽ ഒരാളെ പിടിക്കുമായിരുന്നു. വളരെ കഷ്ടിച്ചാണ് ഞങ്ങൾ രക്ഷപ്പെട്ടത് എന്ന് പിന്നീട് മനസ്സിലാക്കി. പിറ്റേന്ന് രാവിലെ ഞങ്ങൾ ബ്രോക്കിന്റെ വെടിയുണ്ട സിംഹത്തിന്റെ കാൽപ്പാടിന് സമീപത്തായിട്ട് മണലിൽ പതിഞ്ഞ നിലയെ കണ്ടെത്തി. അത് സിംഹത്തിൽ നിന്നും വെറും 1-2 ഇഞ്ചിൽ കൂടുതൽ അകലെ ആയിരുന്നില്ല. എൻ്റേതാകട്ടെ എവിടെയും കൊണ്ടില്ല. വെടിയുണ്ടയും കണ്ടുകിട്ടിയില്ല. അങ്ങനെയാണ് സാവോയിലെ നരഭോജികളിൽ ഒന്നുമായിട്ടുള്ള എൻ്റെ ആദ്യത്തെ ഏറ്റുമുട്ടൽ അവസാനിച്ചത്. അധ്യായം 4. സാവോ ബ്രിഡ്ജിന്റെ നിർമ്മാണം. ഇത്തരം പ്രയാസകരമായിട്ടുള്ള കാലഘട്ടത്തിലും റെയിൽവേയുടെ നിർമ്മാണം ക്രമാനുഗതമായിട്ട് മുൻപോട്ട് പോയിക്കൊണ്ടിരുന്നു. ഞാൻ എത്തിച്ചേരുമ്പോൾ മുതൽ ആരംഭിച്ച ആദ്യത്തെ പ്രധാനപ്പെട്ട ജോലികളാകട്ടെ ഇതിനോടകം പൂർത്തിയുമായിരുന്നു. റെയിൽപാത നദിയിൽ എത്തും മുൻപ് ഒരു പാറ മുറിച്ച് പാതയുടെ വീതി കൂട്ടുന്ന പണിയായിരുന്നു അത്. അവിടെ റെയിൽപാളം സ്ഥാപിക്കണമെങ്കിൽ ഒരു എഞ്ചിൻ കടന്നു പോകുവാനായിട്ട് ഇടം കിട്ടുന്ന വിധത്തിൽ വേണ്ടത്ര പാറകൾ വെട്ടിമാറ്റണം.
ഇത് വളരെ സൂക്ഷ്മതയോടെ ചെയ്യേണ്ട ഒരു ജോലിയാണ്. ഏതെങ്കിലും പാറക്കല്ലുകൾ പുറത്തേക്ക് തള്ളി നിന്നാൽ വാഗണിലോ അല്ലെങ്കിൽ ട്രാക്കുകളിലോ കല്ലിന്റെ തള്ളി നിൽക്കുന്ന കൂർത്ത വശങ്ങൾ തട്ടും. ഒരിക്കലൊരു ഗാർഡിന്റെ വാനിന്റെ വാതിൽ തുറന്നു കിടക്കുകയായിരുന്നു. അത് തള്ളി നിൽക്കുന്ന കൂർത്ത വശങ്ങളിൽ തട്ടി തവിട് പൊടിയാകുന്നത് ഞാൻ തന്നെ നേരിൽ കണ്ടിട്ടുണ്ട്. ഞാൻ പാറ ഡ്രിൽ ചെയ്യുന്നവരുടെ സംഘത്തെ കൊണ്ട് ഒറ്റയടിക്ക് പണിയെടുപ്പിക്കുകയും താമസിയാതെ എല്ലാ ട്രാഫിക്കും തടസ്സമില്ലാതെ കടന്നു പോകുവാൻ വിശാലമായ സ്ഥലം ഉണ്ടാക്കുകയും ചെയ്തു. ഇത് നടന്നുകൊണ്ടിരിക്കെ ഈ കട്ടിങ്ങിന് സാവോ സ്റ്റേഷനും ഇടയിലുള്ള ഇടുങ്ങിയതും ആഴമുള്ളതുമായിട്ടുള്ള ഒരു അരുവിയുടെ കുറുകെ ഒരു ഗർഡർ ബ്രിഡ്ജ് സ്ഥാപിക്കുവാനായിട്ട് മറ്റൊരു കൂട്ടം ആളുകൾ അടിത്തറയിടുകയായിരുന്നു. ഇത് നിർമ്മിക്കുവാനായിട്ട് വളരെയധികം സമയമെടുക്കും. അതുകൊണ്ട് അത് ഒഴിവാക്കി അതിനെ ചുറ്റി മറ്റൊരു വഴിക്ക് തിരിച്ചുവിട്ടു. ആ താൽക്കാലികമായ ട്രാക്ക് അരുവിയുടെ തീരത്തിലേക്കും പിന്നെ അവിടെ നിന്നും വീണ്ടും മറ്റൊരു വശത്തേക്കും പോകുന്നു. അങ്ങനെ ട്രാക്കിന്റെ ബലവത്തായ അടിത്തറയും അനുബന്ധ ഭിത്തികളും തയ്യാറായപ്പോൾ അരുവിയുടെ ഇരുവശവും ഒരു ഇരുമ്പ് ഗർഡർ കൊണ്ടുവന്ന് ബന്ധിച്ചു. അതിന്റെ ചെരിവുകൾ ഇരുവശത്തു നിന്നും മുകളിലേക്ക് ഉയർത്തി. അങ്ങനെ സ്ഥിരമായ ഒരു വഴി എളുപ്പത്തിൽ സ്ഥാപിക്കുവാൻ കഴിഞ്ഞു. പിന്നീട് വേണ്ടത് ഒരു ജലവിതരണ സംവിധാനം സ്ഥാപിക്കലാണ്. നദീതീരത്തിനോട് ചേർന്ന് ഈന്തപ്പനകൾ ഒരു കൂട്ടമായിട്ട് നിൽക്കുന്ന തണലിൽ വിശ്രമിച്ചുകൊണ്ട് എന്നിൽ നിക്ഷിപ്തമായ ജോലികൾ വളരെ സന്തോഷത്തോടെ ഞാൻ ചെയ്തു വന്നു. ഇതിനിടയിൽ ഞാൻ പലപ്പോഴും എൻ്റെ ക്യാമ്പ് കിറ്റും ഒപ്പം കാട്ടിൽ വെച്ച് കഴിക്കുവാനുള്ള ഉച്ചഭക്ഷണവും എടുത്തുകൊണ്ട് ഊരു ചുറ്റുമായിരുന്നു. ഇടയ്ക്കിടയ്ക്ക് നടക്കുന്ന അത്തരം യാത്രകളിൽ അത് പങ്കിടുവാനായിട്ടൊരു സുഹൃത്തിനെ ലഭിക്കുമ്പോൾ കൂടുതൽ സന്തോഷം തോന്നും. ഒരിക്കൽ ഞാൻ നദീതീരം വഴി വളരെ ദൂരേക്ക് പോയി. ഒപ്പം എൻ്റെ ജോലിക്കാരിലെ ഒരു യുവാവും ഉണ്ടായിരുന്നു. അന്ന് പകൽ വളരെ ചൂടുള്ളതായിരുന്നു. ഞങ്ങളുടെ സർവേ ജോലി പൂർത്തിയാക്കും മുൻപ് തന്നെ ഇരുവരും വല്ലാതെ തളർന്നുപോയി. അതുകൊണ്ടൊരു ചെങ്ങാടം നിർമ്മിച്ച് നദിയിലൂടെ താഴേക്ക് പോകാമെന്ന് എൻ്റെ കൂട്ടുകാരൻ നിർദ്ദേശിച്ചു. ഇത്തരമൊരു പ്രയാണത്തിൻ്റെ അപകട സാധ്യതയെക്കുറിച്ച് എനിക്ക് യാതൊരു നിശ്ചയവുമില്ല. അതുകൊണ്ട് ഈ യാത്രയുടെ വിജയസാധ്യതയിൽ എനിക്ക് നല്ല സംശയമുണ്ടായിരുന്നു. എങ്കിൽ പോലും ഒന്ന് ശ്രമിക്കുവാനായിട്ട് നിശ്ചയിച്ചു. ഞങ്ങളുടെ കൈവശമുള്ള ഒരു മഴ ഉപയോഗിച്ച് ചെങ്ങാടം നിർമ്മിക്കുവാനായിട്ട് തീരുമാനിച്ചു. അങ്ങനെ ഒരു ചെങ്ങാടം നിർമ്മിച്ചു. ജില്ലയിൽ ഉടനീളം സമർത്ഥമായിട്ട് വളരുന്ന വള്ളികൾ ഉപയോഗിച്ചാണ് ചെങ്ങാടത്തിന്റെ കടകളെ തമ്മിൽ ബന്ധിച്ചത്. പണികളെല്ലാം പൂർത്തിയായപ്പോൾ ഞങ്ങൾ ചെങ്ങാടം നദിയിലേക്ക് ഇറക്കി. ആ യുവാവായ എഞ്ചിനീയർ ചെങ്ങാടത്തിലേക്ക് ചാടിക്കയറി. നദിയുടെ മധ്യഭാഗത്ത് എത്തും വരെ എല്ലാം നന്നായിട്ടാണ് നടന്നത്. എന്നാൽ വൈകാതെ എൻ്റെ രസച്ചരടുകളെ മുറിച്ചുകൊണ്ട് അത് നദിയിൽ തലകീഴായിട്ട് മറിഞ്ഞു. കഴിയുന്നത്ര വേഗം മുതലകൾക്ക് പിടികൂടുവാൻ കഴിയാത്ത വിധം വളരെ വേഗത്തിൽ കരയിലേക്ക് നീന്തുവാനായിട്ട് ഞാൻ എൻ്റെ സുഹൃത്തിനെ സഹായിച്ചു. അവൻ്റെ നീന്തലും അത്ര മോശമായിരുന്നില്ല. അപ്രതീക്ഷിതമായിട്ട് സംഭവിച്ച ഈ അബദ്ധം ഓർത്ത് അവൻ എന്നെപ്പോലെ തന്നെ ഹൃദ്യമായിട്ട് ചിരിക്കുന്നുണ്ടായിരുന്നു. ഇടയ്ക്കിടെയുള്ള ഇത്തരം വിശ്രമം ഒഴിച്ചു നോക്കിയാൽ എൻ്റെ സമയത്തിൻ്റെ ഓരോ നിമിഷവും ഔദ്യോഗികമായ ജോലികൾ ഞാൻ പരിപൂർണമായിട്ട് നിർവഹിക്കുകയായിരുന്നു. ഔദ്യോഗികമായിട്ടുള്ള വിവിധ ജോലികളും അതുകൂടാതെ മറ്റ് 100 ജോലികളും ചേർന്ന് എന്നെ ദിവസം മുഴുവൻ തിരക്കിലാക്കി. എൻ്റെ സായാഹ്നങ്ങളാകട്ടെ കൂലികൾക്കിടയിലുള്ള തർക്കങ്ങൾ പരിഹരിക്കുവാനും പല ജമേദാർമാരിൽ നിന്നും ജോലിക്കാരിൽ നിന്നുമുള്ള റിപ്പോർട്ടുകളും പരാതികളും കേൾക്കുവാനും അതോടൊപ്പം സ്വാഹിലി ഭാഷ പഠിക്കുവാനുമായിട്ട് ചെലവഴിച്ചു. ജില്ലയിലെ പ്രധാന ജോലിയായ സാവോ നദിക്ക് കുറുകെയുള്ള റെയിൽവേ പാലം പണിയുവാനുള്ള ഒരുക്കങ്ങളും ഇതിനിടയിൽ തകൃതിയായിട്ട് നടന്നു. ഇതിലും എൻ്റെ ഭാഗത്തു നിന്നുമുള്ള വളരെയേറെ വ്യക്തിപരമായ ജോലികളും ഉൾപ്പെടുന്നു. നദിയുടെ കുറുകെയുള്ള നീളവും അടിത്തട്ടിലേക്കുള്ള ചെരിഞ്ഞ ഭാഗങ്ങളുടെയും അളവെടുക്കുക, വെള്ളപ്പൊക്ക സമയത്തെ ഒഴുക്കും നിലവിലുള്ള ഒഴുക്കും ജലത്തിൻ്റെ അളവും ശരാശരി സംഭരണശേഷിയും ജലം താഴ്ന്ന നിലയിൽ എത്തുമ്പോഴുള്ള കണക്കുകളും തുടങ്ങി എല്ലാം കണ്ടെത്തണം. അതോടൊപ്പം ആവശ്യമായ എല്ലാവിധ കണക്കുകൂട്ടലുകളും ചെയ്യണം. ഇതെല്ലാം പൂർത്തിയായ ശേഷം അരുവിയുടെ ഇരുവശത്തും സ്ഥാപിക്കേണ്ട അനുബന്ധ ഭിത്തികളുടെയും പാലത്തൂണുകളുടെയും സ്ഥാനങ്ങൾ ഞാൻ അടയാളപ്പെടുത്തി. തുടർന്ന് അവയുടെ അടിത്തറ ഉറപ്പിക്കുവാനുള്ള ജോലികൾ ആരംഭിച്ചു. പ്രത്യേകിച്ചും നദിയുടെ നടുക്കായിട്ട് നിർമ്മിക്കേണ്ട 2 പാലത്തൂണുകളാണ് ഏറ്റവും വലിയ പ്രശ്നമുണ്ടാക്കിയത്. കാരണം നദി ഇതിനിടെ പലതവണ പൊട്ടിയൊഴുകിയിരുന്നു. അതുമൂലം പണി പുനരാരംഭിക്കും മുൻപ് മുകളിലായിട്ടൊരു തടയണ കെട്ടി വീണ്ടും വെള്ളം പമ്പ് ചെയ്ത് കളയേണ്ടി വന്നു. ഒരു ഉറച്ച അടിത്തറ കണ്ടെത്തണമെങ്കിൽ ഞങ്ങൾ പ്രതീക്ഷിച്ചതിലും വളരെ ആഴത്തിൽ സിങ്കിങ് ജോലികൾ ചെയ്യേണ്ടതുണ്ട്. സിങ്കിങ് ജോലി തകൃതിയായിട്ട് തുടർന്നു. അവസാനം ഞങ്ങൾ ഉറച്ച ഒരു പാറയിലെത്തി. എനിക്ക് വലിയ ആശ്വാസമായി. അവിടെ വലിയൊരു അടിത്തറ നിർമ്മിച്ച് അവിടെ വലിയ വലിയ കല്ലുകൾ അടുക്കി ബലവത്തായൊരു ഫൗണ്ടേഷൻ ഇട്ടാൽ അതിന് മുകളിലായിട്ട് തൂണുകൾ പണിയാൻ സാധിക്കും. എന്നാൽ ഞങ്ങൾക്ക് നേരിടേണ്ടി വന്നത് മറ്റൊരു വലിയ ബുദ്ധിമുട്ടായിരുന്നു. ആ പരിസരത്ത് അനുയോജ്യമായിട്ടുള്ള കല്ലുകൾ കിട്ടുവാനില്ല. അന്വേഷണത്തിൽ ഒന്നും തന്നെ കണ്ടെത്തുവാനായില്ല എന്നല്ല പറഞ്ഞു വരുന്നത്. ഈ ജില്ല മുഴുവനും പാറയാൽ സമൃദ്ധമാണ്. പക്ഷേ അത് പൊട്ടിച്ചെടുക്കുവാനായിട്ട് കഠിന ശ്രമം വേണം. മാത്രവുമല്ല നല്ല പാറകളുള്ളത് വളരെ ദൂരെയുമാണ്. അങ്ങനെ ഒരു പാലം നിർമ്മിച്ചാൽ അതിന് വളരെയേറെ ചെലവ് വരും. മുള്ളുകൾ നിറഞ്ഞ മരുപ്രദേശത്തിലൂടെ അനുയോജ്യമായിട്ടുള്ള വസ്തുക്കളും തിരഞ്ഞ് ഞാൻ ക്ഷീണിതനായിട്ട് ദിവസങ്ങളാണ് നടന്നത്. ഒരു ദിവസം കൽത്തൂണുകൾക്ക് പകരം ഇരുമ്പ് തൂണുകൾ ഉപയോഗിച്ചാലോ എന്നുവരെ ഞാൻ ചിന്തിച്ചു. ഒരു ദിവസം ബ്രോക്കും ഞാനും വേട്ടയ്ക്ക് പുറപ്പെട്ടു. അങ്ങനെ പോകവേ കുറ്റിക്കാട്ടിൽ നിന്നും ചില ഗിനിക്കോഴികൾ കൂവുന്നത് കേട്ടു. ഞാൻ അവയുടെ ശബ്ദം ഉയർന്ന ദിശയെ പാതിയോളം ചുറ്റി വളഞ്ഞ് മറുവശത്ത് പോയി നിന്നു. ബ്രോക്ക് വെടിവെക്കുമ്പോൾ അവ സ്വാഭാവികമായിട്ടും എൻ്റെ ദിശയിലേക്കാണ് ഓടിയെടുക്കൂ. ഞാൻ ഒരു അഗാധമായ മലയിടിക്കിൻ്റെ അരികിലാണ് ഇപ്പോൾ നിൽക്കുന്നത്. ഒരു മുട്ടുകുത്തി പന്നൽ ചെടികൾക്കിടയിൽ കുനിഞ്ഞിരിക്കുകയാണ്.
അവിടേക്കൊരു പക്ഷി പറന്നു വന്നപ്പോൾ തോക്കൊന്ന് ലോഡ് ചെയ്യുവാൻ പോലും എനിക്ക് സമയം കിട്ടിയില്ല. എനിക്കതിനെ നഷ്ടമായി. മറ്റൊരവസരവും ലഭിച്ചുമില്ല. കാരണം ബ്രോക്ക് അപ്പോഴേക്കും പണി തുടങ്ങിയിരുന്നു. ഒന്നാന്തരം വെടികൾ കൊണ്ട് അവൻ 2 പക്ഷികളെ വീഴിച്ചു. എന്നാൽ ഇതിനിടയിൽ എൻ്റെ കാൽമുട്ടിന് താഴെയുള്ള നിലം വളരെ കഠിനമുള്ളതായിട്ട് എനിക്ക് തോന്നി. പരിശോധനയിൽ അരുവിയുടെ തീരം മുഴുവനും ബലവത്തായ കല്ലുകളാണെന്ന് മനസ്സിലായി. അതാകട്ടെ കുറച്ച് ദൂരേക്ക് നീണ്ടുപോകുന്നു. ഞാൻ വളരെ കാലമായിട്ട് തെരഞ്ഞുകൊണ്ടിരുന്ന മെറ്റീരിയലാണിത്. കല്ല് എത്തിക്കേണ്ട ദൂരത്തെക്കുറിച്ചും മലയിടുക്കിലൂടെ കല്ല് എങ്ങനെ കൊണ്ടുപോകും എന്നതിനെക്കുറിച്ചും ആദ്യമൊക്കെ എനിക്ക് ചില സംശയങ്ങൾ ഉണ്ടായിരുന്നു. എങ്കിലും അപ്രതീക്ഷിതമായിട്ട് സംഭവിച്ച ഈ കണ്ടെത്തലിൽ ഞാൻ ഏറെ സന്തോഷിച്ചു. മെറ്റീരിയൽ ആവശ്യമുള്ള സ്ഥലത്ത് എത്തിക്കുവാനുള്ള ഒരേ ഒരു മാർഗം മലയിടുക്കിലൂടെ ഒരു ട്രാം ലൈൻ സ്ഥാപിക്കുക എന്നതാണ്. ആദ്യം സാവോയ്ക്ക് കുറുകെ ഒരു താൽക്കാലികമായ പാലം നിർമ്മിക്കുക. എന്നിട്ട് അരുവിയിലൂടെ നേരെ താഴേക്ക് സഞ്ചരിച്ച് വീണ്ടും നദി മുറിച്ച് മറ്റൊരു പാലം നിർമ്മിക്കുക. ഈ 2 പാലങ്ങളെയും ബന്ധിപ്പിച്ച് റോപ്പിടുക. എന്നിട്ട് ആ ട്രാം വഴി കല്ല് കടത്തുക. അത് അവസാനിക്കുന്നത് പാലം പണിയേണ്ടതിൻ്റെ അടുത്തായിരിക്കണം. അതിന് പ്രകാരം കാട് വെട്ടിമാറ്റി ഒരു ഡബിൾ ട്രോളി ലൈൻ ഇടുവാനുള്ള റോഡ് ഒരുക്കുവാൻ ഞാൻ കൂലികളെല്ലാം ജോലിക്ക് നിയോഗിച്ചു. ഒരു ദിവസം രാവിലെ അവർ ജോലിയിൽ ഏർപ്പെടുന്ന സമയത്ത് പാ എന്ന് വിളിക്കുന്ന ഒരുതരം വളരെ ചെറിയ മാൻ പുറത്തേക്ക് വന്നു. ഒരു കൂട്ടം കൂലിക്കാർക്ക് നടുവിലാണ് അത് പെട്ടുപോയത്. ആളുകളുടെ ഒച്ചപ്പാട് കേട്ട് ഭയചകിതനും ആശയക്കുഴപ്പത്തിലുമായ അത് നേരെ പാഞ്ഞെടുത്തത് ഷേർഷാ എന്ന ജമേദാറിന്റെ അടുത്തേക്കാണ്. അയാൾ പെട്ടെന്നൊരു കൊട്ട അതിന്റെ മേൽ കമഴ്ത്തിയിട്ടു. എന്നിട്ട് അമർത്തി പിടിച്ചു. അതേസമയം ആ മനോഹരമായ ചെറിയ മൃഗത്തിന്റെ ജീവൻ രക്ഷിക്കുവാനായിട്ട് കൃത്യസമയത്ത് ഞാനും അവിടെ എത്തി. അതിനെ ഞാൻ എൻ്റെ ക്യാമ്പിലേക്ക് കൊണ്ടുപോയി. അത് വളരെ വേഗം എൻ്റെ ഒരു വളർത്തു മൃഗമായിട്ട് മാറി. തീർച്ചയായിട്ടും അത് നന്നായിട്ട് ഇണങ്ങപ്പെട്ടു. ആഹാര സമയത്ത് എൻ്റെ മേശപ്പുറത്തേക്ക് ആ മാൻ ചാടുകയും എൻ്റെ കയ്യിൽ നിന്ന് ആഹാരം മേടിച്ച് കഴിക്കുകയും ചെയ്യുമായിരുന്നു. അങ്ങനെ ട്രോളി ലൈൻ പോകുവാനുള്ള റോഡ് ശരിയായി. അടുത്ത പണി പുഴയ്ക്ക് കുറുകെയുള്ള 2 താൽക്കാലിക പാലങ്ങളുടെ നിർമ്മാണമായിരുന്നു. ഈ നിർമ്മാണം കടന്നു പോകുന്ന സ്ഥലങ്ങളിലെ ഈന്തപ്പനകളും മരത്തടികളും വെട്ടിവീഴ്ത്തി. പിന്നെ ഏറ്റവും പരുക്കനായിട്ടുള്ള രീതിയിൽ ഞങ്ങൾ 2 പാലങ്ങൾ നിർമ്മിച്ചു. ഒരു വെള്ളപ്പൊക്കം വന്നാൽ മതി, തീർച്ചയായിട്ടും അവ 2 ഒഴുകിപ്പോകും. ഭാഗ്യത്തിന് ജോലി പൂർത്തിയാകും വരെ അത് സംഭവിച്ചില്ല. ഈ ഫീഡിംഗ് ലൈൻ മുഴുവനും വളരെ ചുരുങ്ങിയ സമയത്തിൻ്റെ ഉള്ളിൽ പണി തീർത്തു. ട്രോളികൾ കല്ലും മണലും നിറച്ചുകൊണ്ട് മുന്നോട്ടും പിന്നോട്ടും സദാസമയവും സഞ്ചരിച്ചുകൊണ്ടിരുന്നു. കാരണം നദീതീരത്തിനോട് ചേർന്നുള്ള ആ മലയിടുക്കിൽ നല്ല നിലവാരമുള്ള കല്ലുകൾ സമൃദ്ധമായിട്ടുണ്ടായിരുന്നു. ഒരു ദിവസം ഞാൻ ഈ താൽക്കാലിക പാലങ്ങളിൽ ഒന്നിലൂടെ ട്രോളിയിൽ കൊണ്ടുപോകുന്ന ഒരു വലിയ കല്ലിൻ്റെ ഫോട്ടോ എടുക്കുവാനായിട്ട് ശ്രമിച്ചു. അപ്പോൾ രസകരമായിട്ടുള്ളൊരു സംഭവം ഉണ്ടായി. ട്രോളിയിൽ വളരെയേറെ ഭാരമുള്ള ലോഡ് കൊണ്ടുപോകുവാൻ വളരെയേറെ ശ്രദ്ധ ആവശ്യമാണ്. എൻ്റെ കൽപ്പണിക്കാരുടെ തലവനായ ഹീരാ സിംഗ് നേരിട്ട് നിന്ന് പ്രവർത്തനങ്ങൾ നിരീക്ഷിക്കുവാനായിട്ട് ആ വലിയ കല്ലിൻ്റെ മുകളിൽ കയറി നിൽക്കുകയായിരുന്നു. അതേസമയത്ത് ഓവർസീയറായ പുരുഷോത്തം ഹുർജി ചെരിവുള്ള സ്ഥലങ്ങളിലൂടെ മുകളിലേക്കും താഴേക്കും ട്രോളി സഞ്ചരിക്കുമ്പോൾ അതിനെ ബാലൻസ് ചെയ്ത് നിർത്തുവാനായിട്ട് ഇരുവറ്റത്തും കയറുകൾ വലിച്ചു പിടിക്കുന്ന അനേകം ആളുകൾ അടങ്ങുന്ന ഒരു സംഘത്തിൻ്റെ മേൽനോട്ടം വഹിക്കുകയായിരുന്നു. പക്ഷേ ഞങ്ങൾ തടികൊണ്ട് നിർമ്മിച്ച പാലത്തിൻ്റെ താങ്ങുകളിൽ ഒന്നിൻ്റെ അടിത്തറ നദി ഇതിനോടകം ഒഴുക്കിക്കൊണ്ടുപോയ കാര്യം ആരും അറിഞ്ഞിരുന്നില്ല. ട്രോളിയും അതിലുള്ള കല്ലിൻ്റെ ഭാരവും കൂടി അടിത്തറയില്ലാത്ത ആ തൂണിൻ്റെ മുകളിൽ എത്തിയപ്പോൾ പാളങ്ങൾ മുകളിലേക്ക് ചെരിഞ്ഞു. ഞാൻ ചിത്രത്തിൽ പകർത്തിയതുപോലെ മുഴുവൻ കല്ലുകളും നദിയിലേക്ക് കൂപ്പുകുത്തി. താഴേക്ക് വീഴുന്ന കല്ലിൽ നിന്നും രക്ഷപ്പെടുവാനായിട്ട് ഹീരാ സിംഗ് വെള്ളത്തിലേക്ക് കല്ലിൻ്റെ മുകളിൽ നിന്നും ഉഗ്രമായിട്ടുള്ളൊരു മുതലക്കൂപ്പ് നടത്തി. പുരുഷോത്തമും ബാക്കിയുള്ളവരും കരയിലേക്ക് ജീവനും കൊണ്ടോടി. ഇത് ശരിക്കും ഹാസ്യാത്മകമായിട്ടുള്ളൊരു കാഴ്ച ആയിരുന്നു. അപകടം നടന്ന അതേ നിമിഷത്തിൽ തന്നെ എനിക്കതിൻ്റെ ഫോട്ടോ എടുക്കുവാനും കഴിഞ്ഞു. ഭാഗ്യത്തിന് ആർക്കും യാതൊരു പരിക്ക് പോലും സംഭവിച്ചില്ല. മാത്രവുമല്ല യാതൊരു കേടുപാടുമില്ലാതെ കല്ലുകൾ നദിയിൽ നിന്നും വീണ്ടെടുക്കുകയും ചെയ്തു. ഈ സംഭവം നടന്ന അധികം താമസിയാതെ എനിക്ക് മറ്റൊരു അപകടമുണ്ടായി. ഞാനതിൽ മരിച്ചു പോകേണ്ടതായിരുന്നു. 2 കരുത്തുറ്റ പത്താന്മാർ തള്ളുന്ന ഒരു ഒഴിഞ്ഞ ട്രോളിയിൽ ഞാൻ യാത്ര ചെയ്യുകയായിരുന്നു. മണൽ എടുക്കുവാനായിട്ട് ക്വാറിയിലേക്കായിരുന്നു ആ ട്രോളി പോകുന്നത്. ഞങ്ങൾ നദിക്ക് കുറുകെയുള്ള തടിപ്പാളത്തിലേക്ക് പോകുന്ന ഒരു കൊടുംചെരുവിലെത്തി. ഇവിടെ വെച്ച് ട്രോളിയുടെ അരികിലൂടെ ഓടുന്നതിന് പകരം ഈ പത്താന്മാർ നേരെ അതിലേക്ക് ചാടിക്കയറി. ഇപ്പോൾ ട്രോളി തനിയെ കുത്തിറക്കത്തിലൂടെ നേരെ താഴേക്ക് നീങ്ങുകയാണ്. ആവശ്യം വന്നാൽ ഒരു കഴയുടെ ആകൃതിയിലുള്ള ബ്രേക്ക് ഉപയോഗിച്ച് അതിൻ്റെ വേഗത കുറയ്ക്കാറാണ് പതിവ്. കഴ കയ്യിലുള്ള അവരിൽ ഒരാൾക്ക് ട്രോളിയുടെ ചക്രങ്ങൾ ലോക്ക് ചെയ്യുവാനായിട്ട് കഴിയും. പക്ഷേ ഈ സാഹചര്യത്തിൽ പത്താൻ്റെ കൈവശം ഉണ്ടായിരുന്ന കഴ ആകസ്മികമായിട്ട് കയ്യിൽ നിന്നും താഴേക്ക് പോയി. ഒരു തരത്തിലുമുള്ള ബ്രേക്കുമില്ലാതെ ഞങ്ങൾ കൊടും കുന്നിറങ്ങി വരികയാണ്. പാലത്തിൻ്റെ അടുത്തായിട്ട് ഒരു കൊടും വളവുണ്ട്. അവിടെ വെച്ച് ട്രോളി പാളത്തിൽ നിന്നും തെന്നി മാറുമെന്ന് ഞാൻ ഭയപ്പെട്ടു. എങ്കിലും എടുത്തു ചാടുന്നതിനേക്കാൾ ഭേദം അവിടെ തന്നെ ഉറച്ചു നിൽക്കുന്നതായിരിക്കും നല്ലതെന്ന് ഞാൻ വിചാരിച്ചു. അടുത്ത നിമിഷം പാലത്തിൻ്റെ വക്കിന് നേർക്ക് എൻ്റെ തല പറന്നെടുക്കുന്നതായിട്ട് എനിക്ക് തോന്നി. ഒരു മുടിനാരിഴ വ്യത്യാസത്തിലാണ് തള്ളി നിൽക്കുന്ന ഒരു തൂണി തല തട്ടാതെ ഞാൻ രക്ഷപ്പെട്ടത്. ഭാഗ്യത്തിന് നദിയുടെ വശത്തുള്ള ഒരു മണൽ തെട്ടിലേക്കാണ് ഞാൻ വീണത്. അതോടൊപ്പം ഭാരമേറിയ ട്രോളിയാകട്ടെ വലിയൊരു ശബ്ദത്തോടെ എൻ്റെ തൊട്ടടുത്തായിട്ടും വീണു. ഈ അപകടത്തിലും ആർക്കും പരിക്കൊന്നും സംഭവിച്ചില്ല. അധ്യായം 5. തൊഴിലാളികളും കലാപങ്ങളും. സാവോ പാലത്തിൻ്റെ നിർമ്മാണം സമയബന്ധിതമായിട്ട് സമാധാനത്തോടെ മുൻപോട്ട് നീങ്ങരുത് എന്നത്
ഒരു വിധിയാണോ എന്നുവരെ എനിക്കിപ്പോൾ തോന്നി തുടങ്ങി. സിംഹങ്ങൾ മൂലം ഞങ്ങൾക്കുണ്ടായ കഷ്ടപ്പാടുകൾ ഞാൻ ഇതിനോടകം പറഞ്ഞിട്ടുണ്ട്. നരനെ നായാടുന്ന ആ മൃഗങ്ങൾ അപ്പോഴും ഞങ്ങളിൽ നിന്നും അകന്നു പോയിരുന്നില്ല. പക്ഷേ ആ നരഭോജികൾ പോലും ജോലിക്കാരുടെ ഭാഗത്തു നിന്നും എനിക്ക് നേർക്ക് വന്ന പ്രശ്നങ്ങൾ നോക്കിയാൽ ഒട്ടും ഗൗരവമുള്ളതായിരുന്നില്ല. പാലം നിർമ്മാണത്തിനുള്ള കല്ല് കണ്ടെത്തിയ ശേഷം അത് പൊട്ടിക്കുവാനും ഒരുക്കിയെടുക്കുവാനുമായിട്ട് ഞാൻ കല്ലാശാരിമാരുടെ സംഘങ്ങളെ നദീതീരത്തേക്ക് അയച്ചിരുന്നു. ഞാൻ അയച്ചവരിൽ കൂടുതലും പത്താംകാരാണ്. അവർ എല്ലാവരും വിദഗ്ധരായിട്ടുള്ള ജോലിക്കാരുമായിരുന്നു. പക്ഷെ വൈകാതെ അവരിൽ പലർക്കും കല്ല് വെട്ടുന്നതിനെക്കുറിച്ച് തീരെ ധാരണയില്ലെന്നും മാസത്തിൽ 12 രൂപയ്ക്ക് പകരം 45 രൂപ സമ്പാദിക്കുവാൻ വേണ്ടി കല്ലാശാരിമാരായിട്ട് നടിച്ച സാധാരണ കൂലിക്കാരാണെന്ന് ഞാൻ കണ്ടെത്തി. ഇത് കണ്ടെത്തിയപ്പോൾ ഞാൻ ഉടനടി പീസ് വർക്കിൻ്റെ ഒരു സമ്പ്രദായം ഏർപ്പെടുത്തി. യഥാർത്ഥ കല്ലാശാരിക്ക് മാസത്തിൽ 45 രൂപ സമ്പാദിക്കുവാൻ സാധിക്കുന്ന ഒരു ശമ്പള സ്കെയിലാണ് തയ്യാറാക്കിയത്. അയാൾ കൂടുതലായിട്ട് ഉത്സാഹിച്ചാൽ അതിനു മുകളിൽ സമ്പാദിക്കുവാൻ കഴിയും. ഈ ഏർപ്പാട് മൂലം വഞ്ചകരായിട്ടുള്ള കൂലികൾക്ക് ശരിയായിട്ടുള്ള ശമ്പളം ലഭിക്കില്ല. എന്നാൽ ഈ ലോകത്തിൽ പൊതുവെ കാണപ്പെടും പോലെ സാവോയിലും ചതിയന്മാരുടെ ഭൂരിപക്ഷം കൂടുതലായിരുന്നു. ഈ ചതിയന്മാർ ബാക്കിയുള്ള കഴിവുള്ളവരെയും അവരുടെ ജോലിയുടെ നിലവാരത്തിലേക്ക് താഴ്ത്തുവാനായിട്ട് അവരെ ഭീഷണിപ്പെടുത്തി. അതുവഴി പീസ് വർക്ക് സമ്പ്രദായം ഉപേക്ഷിക്കുവാൻ എന്നെ പ്രേരിപ്പിക്കാമെന്ന ചിന്തയിലായിരുന്നു അവർ അങ്ങനെ ചെയ്തത്. എന്നാൽ ആ രീതി ഉപേക്ഷിക്കുവാനായിട്ട് എനിക്ക് യാതൊരു ഉദ്ദേശവുമില്ലായിരുന്നു. കാരണം ഓരോരുത്തരിൽ നിന്നും തികച്ചും ന്യായമായിട്ടുള്ള ജോലി മാത്രമാണ് ഞാൻ ആവശ്യപ്പെട്ടത് എന്ന് എനിക്ക് നന്നായിട്ടറിയാം. ഈ കൽപ്പണിക്കാർ തമ്മിൽ നിരന്തരം ഒച്ചപ്പാടുകളും അടിപിടിയും നടക്കുമായിരുന്നു. കലാപങ്ങൾ ശമിപ്പിക്കുവാനും ഹിന്ദുക്കളെയും മുഹമ്മദീയരെയും ഏർപ്പെടുത്തുവാനും എനിക്ക് പലപ്പോഴും അവരുടെ ക്യാമ്പിലേക്ക് പോകേണ്ടി വന്നു. ഒരു വൈകുന്നേരം സന്ധ്യ കഴിഞ്ഞിട്ടുണ്ട്. ഞാൻ എൻ്റെ കുടിലിൻ്റെ വാതിൽക്കൽ ഇരിക്കുന്നു. അപ്പോൾ 100 മീറ്റർ മാത്രം അകലെയുള്ള കല്ലാശാരിമാരുടെ ക്യാമ്പിൽ നിന്നും ഒരു വലിയ ബഹളം കേട്ടു. ഒരു ജമേദാർ എൻ്റെ അടുത്തേക്ക് ഓടി വന്നിങ്ങനെ പറഞ്ഞു, തൊഴിലാളികൾ കയ്യിൽ കിട്ടിയ വടിയും കല്ലും ഉപയോഗിച്ച് പരസ്പരം പോരാടുകയും കൊല്ലുകയും ചെയ്യുകയാണ്. സാഹിബ് വേഗം അവിടെ വരണം. ഞാൻ ഉടനെ അവനോടൊപ്പം ഓടി അവിടെ എത്തി സമാധാനം പുനഃസ്ഥാപിച്ചു. പക്ഷേ ഗുരുതരമായിട്ട് പരിക്കേറ്റ 7 പേർ നിലത്ത് മലർന്നു കിടക്കുന്നത് കണ്ടു. ഇവരെ എൻ്റെ സ്വന്തം ബോമ വരെ ചാർപ്പോയികളിൽ ചുമന്ന് എത്തിച്ചു. ബ്രോക്ക് ആ സമയം അകലെയായതിനാൽ എനിക്ക് തന്നെ ഡോക്ടർ ആകേണ്ടി വന്നു. ഒരാളെ തുന്നിക്കെട്ടി, മറ്റൊരാളെ ബാൻഡേജ് ചെയ്തു. എന്നാൽ കഴിയാവുന്നത് മുഴുവനും ചെയ്തു. എങ്കിലും ഒരു മനുഷ്യൻ മാത്രം ഉറക്കെ ഞരങ്ങുകയും ഇപ്പോൾ താൻ മരിക്കും എന്നതുപോലെ മുഖത്ത് ഒരു തുണി എടുത്തിടുകയും ചെയ്തു. ആ തുണി ഉയർത്തി നോക്കിയപ്പോൾ കലാപക്കാരിലെ പ്രധാന കുഴപ്പക്കാരൻ എന്ന നിലയിൽ എനിക്ക് നന്നായിട്ട് അറിയാവുന്ന കരീം ബക്സ എന്നു പേരുള്ള ഒരു കല്ലാശാരിയാണെന്ന് മനസ്സിലായി. ഞാൻ അവനെ സൂക്ഷ്മമായിട്ട് പരിശോധിച്ചു. യാതൊരു പരിക്കും അവനിൽ കണ്ടില്ല. ഒരുപക്ഷെ എന്തെങ്കിലും ആന്തരികമായിട്ടുള്ള ക്ഷതം പറ്റിയിട്ടുണ്ടാകുമെന്ന് നിഗമനം ചെയ്തു. അതനുസരിച്ച് ഞാൻ അവനെ ഓയിയില്ലേ, ഇവിടെ നിന്നും ഏതാണ്ട് 30 മൈൽ ദൂരത്തുള്ള വലിയ ആശുപത്രിയിലേക്ക് അയക്കാമെന്ന് പറഞ്ഞു. പിന്നീട് അവനെ അവൻ്റെ ക്യാമ്പിലേക്ക് തിരികെ എത്തിച്ചു. അപ്പോഴെല്ലാം അവൻ ദയനീയമായിട്ട് ഞരങ്ങുകയായിരുന്നു. കരീം ബക്സിനെ ആശുപത്രിയിലേക്ക് മാറ്റേണ്ടി വന്നില്ല. അതിനു മുൻപ് തന്നെ തലവനായിട്ടുള്ള ജമേദാർ വന്ന് എന്നോട് ഇങ്ങനെ പറഞ്ഞു, സാഹിബ്, അയാൾക്ക് യാതൊരു പരിക്കും ഏറ്റിട്ടില്ല. യഥാർത്ഥത്തിൽ അവനാണ് ഇപ്പോഴുണ്ടായ കലാപത്തിൻ്റെ പ്രധാന കാരണക്കാരൻ. പ്രശ്നത്തിൻ്റെ കാരണം താനാണെന്ന് സാഹിബ് കണ്ടെത്തിയാൽ അയാൾക്ക് ലഭിക്കുമെന്ന് ഉറപ്പുള്ള ശിക്ഷയിൽ നിന്നും രക്ഷപ്പെടുവാനാണ് അവൻ ഗുരുതരമായിട്ട് പരിക്കേറ്റതായിട്ട് അഭിനയിക്കുന്നത്. ഇത് കേട്ടതോടെ മറ്റുള്ളവരോടൊപ്പം അവനെ സ്പെഷ്യൽ ട്രെയിനിൽ ഓയിലേക്ക് അയക്കരുതെന്ന് ഞാൻ നിർദ്ദേശം നൽകി. അതിനുശേഷം അവനെക്കുറിച്ച് അന്വേഷിച്ചില്ല. എന്നാൽ അന്ന് രാത്രി 11 മണിക്ക് ഏതാനും ജോലിക്കാർ ഓടി വന്ന് എന്നെ വിളിക്കുകയും മരിക്കുവാനായിട്ട് പോകുന്ന ഒരാളെ കാണുവാനായിട്ട് കല്ലാശാരിമാരുടെ ക്യാമ്പിലേക്ക് എന്നോട് വരുവാനും ആവശ്യപ്പെട്ടു. ഞാൻ പെട്ടെന്ന് തന്നെ ബൂട്ടും ധരിച്ച് കുറച്ച് ബ്രാൻഡിയും എടുത്തുകൊണ്ട് ക്യാമ്പിലേക്ക് ഓടി. അവിടെ മരണത്തിൻ്റെ വക്കിലെന്നോണം കിടക്കുന്നത് കരീം ബക്സ് ആണെന്ന് കണ്ടു. അവൻ കൗശലം കാണിക്കുകയാണെന്ന് വ്യക്തമാണ്. അവൻ ദവ, അതായത് മരുന്ന് വേണമെന്ന് ദയനീയമായിട്ട് ആവശ്യപ്പെട്ടു. ഞാൻ അവനോട് വളരെ ഗൗരവത്തിൽ തന്നെ, നാളെ രാവിലെ ആകട്ടെ, ഞാൻ നിനക്ക് കുറച്ച് നല്ല ദവ തരുന്നുണ്ടെന്ന് പറഞ്ഞു. അടുത്ത ദിവസം ഉച്ചയായി. കലാപകാരികളെ വിചാരണ ചെയ്യുവാനായിട്ട് കൂട്ടിക്കൊണ്ടുവരുന്നത് ഈ സമയത്താണ്. ഞാൻ കരീം ബക്സിനെ എൻ്റെ അടുക്കൽ കൊണ്ടുവരുവാനായിട്ട് ആവശ്യപ്പെട്ടു. പക്ഷേ അവന് നടക്കുവാൻ പോലും വയ്യാത്ത അവസ്ഥയിലാണെന്ന് ചിലർ പറഞ്ഞു. ഏത് വിധേനയും അവനെ എൻ്റെ ബോംബെയിലേക്ക് കൊണ്ടുവരുവാനായിട്ട് ഞാൻ ആജ്ഞാപിച്ചു. കുറച്ച് നിമിഷങ്ങൾക്കുള്ളിൽ അവനെ 4 കൂലികൾ ഒരു ചാർപ്പോയി കിടത്തി തോളിലേറ്റി എത്തിച്ചു. അവൻ അഭിനയിക്കുകയാണെന്ന് എനിക്ക് നന്നായിട്ടറിയാം. സാഹിബിനെ കരീം ബക്സ് പറ്റിക്കുന്നത് കാണുവാനായിട്ട് കൗതുകത്തോടെ അവിടെ അവൻ്റെ സുഹൃത്തുക്കളും കൂട്ടാളികളും ചുറ്റിത്തിരിയുന്നുണ്ടായിരുന്നു. കട്ടിൽ എൻ്റെ അടുത്ത് നിലത്ത് വെച്ചപ്പോൾ അവനെ മൂടിയിരുന്ന പുതപ്പ് ഉയർത്തി ഞാൻ നോക്കി. എന്നിട്ട് നന്നായിട്ടൊന്ന് പരിശോധിച്ചു. അവന് പനിയില്ലെന്ന് എനിക്ക് ഉറപ്പാക്കണമായിരുന്നു. അവൻ അപ്പോഴും തീർത്തും രോഗിയാണെന്ന് നടിച്ചുകൊണ്ട് വീണ്ടും ദവ ആവശ്യപ്പെട്ടു. ജമേദാർ എന്നോട് പറഞ്ഞതുപോലെ അവൻ തികഞ്ഞൊരു ബദ്മാഷ്, അതായത് ദുഷ്ടമനുഷ്യനാണ്. ഞാൻ അവനോട് നിനക്ക് ഞാനിപ്പോൾ വളരെ ഫലപ്രദമായിട്ടുള്ളൊരു ദവ നൽകുവാൻ പോവുകയാണെന്ന് പറഞ്ഞു. എന്നിട്ട് അവൻ്റെ തലയിലെ പുതപ്പ് വീണ്ടും പഴയതുപോലെ വലിച്ചിട്ടു. പിന്നെ അടുത്തിരുന്ന ഒരു മരപ്പണിക്കാരൻ്റെ ബെഞ്ചിൽ നിന്നും ഏതാനും കൈകൾ നിറയെ ചിന്തയിലെടുത്ത് കട്ടിലിനടിയിൽ വെച്ച് തീ കൊളുത്തി. കഠിനമായ ചൂട് അനുഭവപ്പെട്ട ഉടനെ കരീം ബക്സ് പുതപ്പിൻ്റെ അരികിലൂടെ തല പുറത്തേക്കിട്ടി എത്തി നോക്കി.
പുകയും തീജ്വാലയും തൻ്റെ ചുറ്റിനുമായിട്ട് കത്തിപ്പടരുന്നത് കണ്ടപ്പോൾ പുതപ്പും വലിച്ചെറിഞ്ഞുകൊണ്ടവൻ കിടക്കയിൽ നിന്നും ചാടി എഴുന്നേറ്റു. ബെയ്മാൻ, ശൈത്താൻ, അതിൻ്റെ അർത്ഥം അവിശ്വാസിയായിട്ടുള്ള പിശാചെ എന്നാണ്. ആ പുലഭ്യവും പറഞ്ഞുകൊണ്ട് എൻ്റെ ബോമയുടെ പ്രവേശന കവാടത്തിന് നേർക്ക് ഒരു മാനിനെ പോലെ അവൻ എടുത്തു ചാടി ഓടി. ഒരു സിഖ് ശിപായി അതേ സമയത്ത് അവനെ പിന്തുടർന്നു. അവൻ രക്ഷപ്പെടും മുൻപ് തടിച്ച വടികൊണ്ട് അവൻ്റെ തോളുകളിൽ നല്ല 2 അടികളും കൊടുത്തു. സബാഷ് സാഹിബ് എന്ന വിളികളോടെ ജോലിക്കാർ എന്നെ പുകഴ്ത്തി. കരീംബക്സുമായിട്ട് പിന്നീട് എനിക്ക് കൂടുതൽ പ്രശ്നങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. ഒരു ദിവസം കഴിഞ്ഞ് അവൻ എന്നെ സമീപിച്ചു. ഇരു കൈയും കൂപ്പി ക്ഷമ ചോദിച്ചു. അവൻ സമർത്ഥനായിട്ടുള്ള ഒരു ജോലിക്കാരനായതുകൊണ്ട് ഞാൻ അവനോട് ക്ഷമിച്ചു. ഈ സംഭവം നടന്ന് കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞു. തലേ രാത്രിയിൽ നരഭോജികൾക്ക് വേണ്ടി ഞാൻ കാവൽ നിന്ന ഒരു മരത്തിൽ നിന്നും ഇറങ്ങി രാവിലെയോടെ വീട്ടിലേക്ക് മടങ്ങുകയായിരുന്നു. അപ്രതീക്ഷിതമായിട്ട് ക്വാറിയിലേക്ക് തിരിഞ്ഞപ്പോൾ അവിടെ മകെ വല്ലാത്തൊരു നിശബ്ദത തളം കെട്ടി നിൽക്കുന്നത് ശ്രദ്ധിച്ചു. യാതൊരു പണിയായുധത്തിൻ്റെയും ഒച്ച കേൾക്കുവാനില്ല. അപ്പോൾ കണ്ടു, മരങ്ങളുടെ ചൂട്ടിലെ തണലിൽ തെമ്മാടികളായിട്ടുള്ള തൊഴിലാളികളിൽ ചിലർ നീണ്ടു നിവർന്ന് സുഖമായിട്ട് ഉറങ്ങുന്നു. ചിലരാകട്ടെ ചീട്ട് കളിക്കുന്നു. കുറ്റിക്കാടുകൾക്കിടയിലൂടെ അവരുടെ പ്രവർത്തനങ്ങൾ ഞാൻ അല്പനേരം നിരീക്ഷിച്ചു. പിന്നെ എൻ്റെ റൈഫിൾ ഉയർത്തി അവരുടെ തലയ്ക്ക് മുകളിലൂടെ ഒരു വെടിവെച്ചു. വെടിശബ്ദം കേട്ടതോടെ രംഗമാകെ മാറി. ഓരോരുത്തരും അവരവരുടെ ജോലികളിലേക്ക് പറന്നിറങ്ങി. ചുറ്റികകളും ഉളികളും ഊർജ്ജസ്വലമായിട്ട് പ്രവർത്തിച്ചു. അവയുടെ ശബ്ദം എമ്പാടും മുഴങ്ങി. ഞാൻ കുറച്ച് ദൂരെയായിരിക്കുമെന്നും അവരെ കണ്ടിട്ടില്ലെന്നുമാണ് അവർ അതുവരെയും കരുതിയത്. പക്ഷെ അവരെ ഞെട്ടിച്ചുകൊണ്ട് ഞാൻ ഉറക്കെ വിളിച്ചു പറഞ്ഞു, മടിയന്മാരെ, ഞാൻ കുറച്ചു നേരമായിട്ട് നിങ്ങളെ നിരീക്ഷിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അതോടൊപ്പം തൻ്റെ സ്ഥാനത്തിന് തീർത്തും യോഗ്യനല്ലെന്ന് തെളിയിച്ച അവരുടെ തലവനെ ആ സ്ഥാനത്ത് നിന്നും മാറ്റി പകരം വേറെ ഒരാളെ നിയമിച്ചു. അതിനും പുറമെ അവിടെ ഉണ്ടായിരുന്ന എല്ലാവർക്കും കനത്ത പിഴയും ചുമത്തി. എന്നിട്ടാണ് ഞാൻ എൻ്റെ കുടിലിലേക്ക് നടന്നത്. പക്ഷേ കുടിലിൽ എത്തും മുൻപേ അവരിൽ 2 പേർ എൻ്റെ പിന്നാലെ പാഞ്ഞു വന്നു. എന്നിട്ട് എൻ്റെ വെടിയുണ്ട ഒരു ജോലിക്കാരന് കൊണ്ടുവന്ന് അറിയിച്ചു. അതൊരു നുണയായിരുന്നു. എൻ്റെ മേൽ കുറ്റാരോപണം നടത്തുവാനായിട്ട് അവർ തങ്ങളുടെ കൂട്ടുകാരി ഒരാളുടെ മുതുകിൽ വെടിയുണ്ടകൾ കയറിയതുപോലെ തോന്നിപ്പിക്കുന്ന കുറച്ച് മുറിവുകൾ ഉണ്ടാക്കി. ധാരാളം രക്തസ്രാവം അതുമൂലമുണ്ടായി. എന്നാൽ അവരുടെ നിർഭാഗ്യത്തിന് ഞാൻ ഒരു റൈഫിളായിരുന്നു കൈവശം വെച്ചിരുന്നത്, ഒരു ഷോട്ട് ഗൺ ആയിരുന്നില്ല. മാത്രവുമല്ല, ശരീരത്തിൽ മുറിവുകൾ ഉണ്ടാക്കിയെങ്കിലും അയാൾ ധരിച്ചിരുന്ന വസ്ത്രത്തിൽ ദ്വാരങ്ങൾ ഉണ്ടാക്കുവാനായിട്ട് അവർ മറന്നുപോയിരുന്നു. വസ്ത്രം തുളയാതെ വെടിയുണ്ട ശരീരത്തിൽ കയറില്ലല്ലോ. ഈ കള്ളത്തരങ്ങൾ കൊണ്ട് അവർ നേടിയത് മറ്റുള്ളവരുടെ പരിഹാസവും അവർക്ക് കിട്ടിയ വീണ്ടുമുള്ള അധിക പിഴ ചുമത്തലും മാത്രമാണ്. കുറച്ചു സമയത്തിന് ശേഷം എല്ലാ ജോലിക്കാരെയും വിളിച്ചു ചേർത്ത് തരുന്ന വേതനത്തിന് ഉചിതമായിട്ടുള്ള ജോലി എല്ലാവരെ കൊണ്ടും ഞാൻ എടുപ്പിക്കുമെന്നും ആ കാര്യത്തിൽ യാതൊരു വിട്ടുവീഴ്ചയും ഉണ്ടാകില്ലെന്നും അറിയിച്ചു. ഏതാനും കല്ലാശാരിമാർ അത് അംഗീകരിച്ചു. ഏറ്റവും നല്ല കാര്യം അതുതന്നെയാണ് സാഹിബ് എന്നവർ പറഞ്ഞു. പക്ഷേ ദുഷ്ടന്മാരായിട്ടുള്ള മറ്റ് ജോലിക്കാർ അന്ന് രാത്രിയിൽ ഒരു ഗൂഢാലോചന നടത്തി. എല്ലാവരും രഹസ്യമായിട്ട് ഒരു പ്രതിജ്ഞയും എടുത്തു. നീണ്ട ചർച്ചയ്ക്കൊടുവിൽ അടുത്ത ദിവസം ഞാൻ ക്വാറിയിൽ പതിവ് സന്ദർശനം നടത്തുമ്പോൾ എന്നെ കൊലപ്പെടുത്തുവാനാണ് അവർ തീരുമാനിച്ചത്. അതിനുശേഷം എൻ്റെ ശരീരം അവർ കാട്ടിലേക്ക് വലിച്ചെറിയും. ഉടൻ തന്നെ വന്യമൃഗങ്ങൾ അത് ആഹരിക്കും. പിന്നെ അവർ മേലധികാരികളോട് എന്നെ ഒരു സിംഹം കൊന്നു തിന്നുവെന്ന് പറയും. ഈ പദ്ധതി യോഗത്തിൽ സന്നിഹിതരായിരുന്ന ഓരോരുത്തരും അംഗീകരിച്ചു. പിന്നെ ഒരു നീണ്ട കടലാസിൽ ബൈൻഡിംഗ് ടോക്കൺ എന്നോണം ഓരോരുത്തരും തൻ്റെ വിരലടയാളം പതിപ്പിച്ചു. എന്നാൽ ഈ യോഗം പിരിഞ്ഞ് 1 മണിക്കൂറിൻ്റെ ഉള്ളിൽ ഗൂഢാലോചനക്കാരി ഒരാൾ എൻ്റെ ക്യാമ്പിലേക്ക് കടന്നു വന്നു. അയാൾ എന്നെ ഉണർത്തിയിട്ട് ഇതേക്കുറിച്ച് മുന്നറിയിപ്പ് നൽകി. അവൻ തന്ന വിവരങ്ങൾക്ക് ഞാൻ നന്ദി പറഞ്ഞു. പക്ഷേ രാവിലെ ക്വാറിയിലേക്ക് പോകുവാനുള്ള എൻ്റെ തീരുമാനത്തിന് മാത്രം യാതൊരു മാറ്റവും വരികയില്ല. ഇത്തരമൊരു സന്ദർഭത്തിൽ അവർ ഇങ്ങനെയൊരു ക്രൂരത ചെയ്യില്ല എന്നാണ് ഞാൻ വിശ്വസിച്ചത്. മാത്രവുമല്ല, ഇവരെല്ലാവരും ചിന്തിക്കുവാൻ ശേഷിയുമുള്ളവരാണ്. അതുകൊണ്ട് എന്നെ ഭയപ്പെടുത്തുവാൻ വേണ്ടി മാത്രമാകാം ഈ വിവരവുമായിട്ടൊരു ദൂതനെ അവർ അയച്ചത്. പിറ്റേന്ന് രാവിലെ, അതായത് സെപ്റ്റംബർ 6-ന്, ഞാൻ പതിവ് പോലെ ട്രോളി ലൈനിലൂടെ ഒറ്റപ്പെട്ട് കിടക്കുന്ന ക്വാറിയിലേക്ക് പുറപ്പെട്ടു. ഞാൻ വരിയുടെ വളവിൽ എത്തിയതും എൻ്റെ കല്ലാശാരിമാരുടെ തലവനായ ഹീരാസിംഗ് എന്ന വളരെ നല്ല ഒരു മനുഷ്യൻ ഒരു കുറ്റിക്കാട്ടിൽ നിന്നും ജാഗ്രതയോടെ പുറത്തേക്ക് ഇറങ്ങി വന്നു. ഇനി മുന്നോട്ട് പോകരുതെന്ന് അവൻ മുന്നറിയിപ്പ് നൽകി. ഞാൻ കാരണം ചോദിച്ചപ്പോൾ അവൻ ഒന്നും തന്നെ പറയുവാനായിട്ട് ധൈര്യപ്പെട്ടില്ല. പകരം ഇന്ന് ക്വാറിയിൽ നടക്കുവാൻ പോകുന്ന കലാപങ്ങളെ ഭയന്ന് താനും മറ്റ് 20 കല്ലാശാരിമാരും അന്ന് ജോലിക്ക് കയറുന്നില്ലെന്ന് പറഞ്ഞു. അതോടെയാണ് രാത്രിയിൽ ഞാൻ കേട്ട ആ കഥയിൽ എന്തോ കാര്യമുണ്ടെന്ന് എനിക്കും തോന്നി തുടങ്ങിയത്. എങ്കിലും ഒരു കുഴപ്പവും ഉണ്ടാകില്ലെന്ന് ചിരിച്ചുകൊണ്ട് ഹീരാസിംഗിന് ഉറപ്പ് നൽകി ഞാൻ മുൻപോട്ട് നടന്നു. ക്വാറിയിൽ എത്തിയപ്പോൾ എല്ലാം സമാധാനപരമായിട്ട് കാണപ്പെട്ടു. ജോലിക്കാർ എല്ലാവരും തിരക്കിട്ട് ജോലി ചെയ്യുന്നു. പക്ഷേ 1-2 നിമിഷങ്ങൾ കഴിഞ്ഞപ്പോൾ ചിലരുടെ ഇടങ്കോലിട്ട നോട്ടങ്ങൾ ഞാൻ ശ്രദ്ധിച്ചു. എന്തോ ഗൂഢപദ്ധതിയുണ്ടെന്ന് അതോടെ എനിക്ക് ഉറപ്പായി. ഞാൻ ജോലിക്കാരുടെ ആദ്യ സംഘത്തിൻ്റെ അടുത്ത് എത്തി. ഉടനെ വഞ്ചകനായിട്ടുള്ളൊരു ജമേദാർ അരുവിയുടെ മുകളിലായിട്ട് ജോലി ചെയ്യുന്ന ആളുകൾ താൻ അവർക്ക് നൽകിയ ജോലികൾ ചെയ്യുവാനായിട്ട് വിസമ്മതിച്ചു എന്ന് എന്നോട് പറഞ്ഞു. എന്നിട്ട് എന്നോട് അവരെ ഒന്ന് പോയി കാണുമോ എന്ന് ചോദിക്കുകയും ചെയ്തു. ഇപ്പോൾ എൻ്റെ മുൻപിലും പിൻപിലും അക്രമികളാണ്. അരുവിയുടെ ഇടുങ്ങിയ ഒരു ഭാഗത്തേക്ക് എന്നെ എത്തിക്കുവാനുള്ള ഗൂഢപദ്ധതിയാണിതെന്ന് പെട്ടെന്ന് എനിക്ക് തോന്നി. എന്ത് സംഭവിച്ചാലും അതിനെ നേരിടുവാനായിട്ട് ഞാൻ തീരുമാനിച്ചു.
ഞാൻ ജമേദാറിനൊപ്പം അരുവിയിലേക്ക് നടന്നു. എൻ്റെ പിന്നിലായിട്ട് കാണാമറയത്തെന്നോണം ഒരു കൂട്ടം തൊഴിലാളികൾ പിന്തുടരുന്നുണ്ടെന്ന് എനിക്ക് മനസ്സിലായി. ഞങ്ങൾ അടുത്ത സംഘം തൊഴിലാളികളുടെ അരികിലെത്തിയപ്പോൾ തന്നെ അനുസരിക്കാത്ത 2 ജോലിക്കാരെ അവൻ ചൂണ്ടിക്കാണിച്ചു. ഞാൻ ഒരിക്കലും ജീവനോടെ ആ സ്ഥലം വിട്ടുപോകില്ലെന്ന് അവന് ഉറപ്പുണ്ട്. അതുകൊണ്ടാണ് അങ്ങനെ ചെയ്തത്. ഞാൻ എൻ്റെ പോക്കറ്റ് ബുക്കിൽ അവരുടെ പേരുകൾ പതിവ് രീതിയിൽ രേഖപ്പെടുത്തി. എന്നിട്ട് തിരികെ നടക്കുവാൻ തുടങ്ങി. ഉടൻ തന്നെ 60ഓളം പേരടങ്ങുന്ന ആ കൂട്ടം ഒന്നാകെ ക്രോധത്തോടെ ഒരു അലർച്ച ഉയർത്തി. അതേസമയം എൻ്റെ പിന്നാലെ എന്നെ സമീപിക്കുന്നവരിൽ നിന്നും സമാനമായ ഒരു അലർച്ച ഉയർന്നു. ഇരുവശത്തു നിന്നുമായിട്ട് ഏകദേശം 100ഓളം മനുഷ്യരാണ് കമ്പിപ്പാരകളും ഭാരമേറിയ ചുറ്റികകളും കൊണ്ട് എന്നെ വളഞ്ഞത്. ഞാൻ നിശ്ചലനായിട്ട് നിന്നു. അപ്പോൾ ഒരാൾ എൻ്റെ നേരെ പാഞ്ഞെടുത്തു. പിന്നെ എൻ്റെ 2 കൈത്തണ്ടകളിൽ മുറുക്കി പിടിച്ച്, നിന്നെ ഞാൻ തൂക്കിലേറ്റിയിട്ട് വെടിവെച്ച് കൊല്ലുമടാ എന്ന് ആക്രോശിച്ചു. ഞാൻ നിസ്സാരമായിട്ട് എൻ്റെ കൈകൾ തിരിച്ച് സ്വതന്ത്രമാക്കി. എന്നിട്ട് അവനെ എന്നിൽ നിന്നും ദൂരേക്ക് തള്ളി എറിഞ്ഞു. പക്ഷേ അപ്പോഴേക്കും അക്രമികൾ വളരെ അടുത്തെത്തിയിരുന്നു. എവിടെ നോക്കിയാലും പൈശാചികവും ഹിംസാത്മകവുമായിട്ടുള്ള മുഖങ്ങളല്ലാതെ മറ്റൊന്നും എനിക്ക് കാണുവാനായിട്ട് കഴിഞ്ഞില്ല. നല്ല ഒത്ത ശരീരമുള്ള കരുത്തനായ ഒരാളാവട്ടെ ആദ്യം എന്നെ അടിക്കുവാനായിട്ട് ഭയന്ന് അടുത്തു നിന്ന ഒരാളെ എൻ്റെ നേരെ വലിച്ചെറിഞ്ഞു. എന്നെ വീഴിക്കുന്നതിൽ അവൻ വിജയിച്ചിരുന്നുവെങ്കിൽ പിന്നെ ഒരിക്കലും ജീവനോടെ അവിടെ നിന്നും എഴുന്നേൽക്കില്ല എന്ന് എനിക്ക് നല്ല ഉറപ്പുണ്ട്. ഭാഗ്യത്തിന് ഞാൻ വേഗം ഒരു വശത്തേക്ക് ഒഴിഞ്ഞു മാറി. എൻ്റെ നേരെ പറന്നു വന്ന ആ മനുഷ്യൻ ഒരു പാറയിലേക്കാണ് ശക്തമായിട്ട് വീണത്. ഈ സംഭവം ഒരു നിമിഷം അക്രമികളെ ആശയക്കുഴപ്പത്തിലാക്കി. ഞാനത് പെട്ടെന്ന് പ്രയോജനപ്പെടുത്തി. ഞാൻ പാറയുടെ മുകളിലേക്ക് കുതിച്ചു. അവർ ആത്മനിയന്ത്രണം വീണ്ടെടുക്കും മുൻപ് അവരോട് ഹിന്ദുസ്ഥാനിയിൽ പച്ചത്തെറികൾ വിളിച്ചു. അതോടെ ഇന്ത്യക്കാരുടെ സ്ഥായിയായിട്ടുള്ള വിധേയത്വവും അനുസരണശീലവും അവരെ പിടികൂടി. എൻ്റെ ഭാഗ്യത്തിന് ഞാൻ പറയുന്നത് അവർ ശ്രദ്ധിച്ചു. എന്നെ കൊലപ്പെടുത്തുവാനുള്ള നിങ്ങളുടെ ഗൂഢാലോചനയെക്കുറിച്ച് എനിക്ക് നേരത്തെ തന്നെ അറിയാം. നിങ്ങൾക്കതാണ് വേണ്ടതെങ്കിൽ തീർച്ചയായിട്ടും അങ്ങനെ ചെയ്തോളൂ. എന്നാൽ നിങ്ങൾ അങ്ങനെ ചെയ്താൽ നിങ്ങളിൽ പലരും തൂക്കിക്കൊല്ലപ്പെടും. കാരണം ഗവൺമെൻറ് ഉടൻ തന്നെ സത്യം കണ്ടെത്തും. എന്നെ ഒരു സിംഹം കൊണ്ടുപോയി എന്ന നിങ്ങളുടെ കള്ളക്കഥ അതോടെ പൊളിയുകയും ചെയ്യും. നിങ്ങളുടെ കൂടെയുള്ള 1-2 ദുഷ്ടന്മാർ മാത്രമാണ് ഇത്തരമൊരു മണ്ടത്തരം ചെയ്യുവാനായിട്ട് നിങ്ങളെ പ്രേരിപ്പിച്ചത് എന്ന് എനിക്ക് നന്നായിട്ടറിയാം. അവരുടെ വിവരക്കെഴിഞ്ഞ് കൂട്ടുനിന്നാൽ നഷ്ടം എനിക്കല്ല, നിങ്ങൾക്ക് മാത്രമായിരിക്കും. ഞാൻ കൊല്ലപ്പെട്ടാൽ എല്ലാം അവസാനിക്കുമോ? ഒരിക്കലുമില്ല. മറ്റൊരു സാഹിബ് ഉടൻ തന്നെ ചുമതലയേൽക്കും. ചിലപ്പോൾ അവൻ എന്നെക്കാളും കഠിനമായിട്ട് പണിയെടുപ്പിക്കുന്ന ഒരു യജമാനായിരിക്കും. ഞാൻ നല്ല തൊഴിലാളികളോട് മാന്യനായിട്ട് പെരുമാറുന്നവനാണെന്ന് നിങ്ങൾക്കെല്ലാം അറിയാം. നീചന്മാരും കുടിമടിയന്മാരും മാത്രമാണ് എന്നെ ഭയക്കേണ്ടതുള്ളൂ, അല്ലാതെ സത്യസന്ധരും ആത്മാഭിമാനമുള്ളവരുമല്ല. ഇങ്ങനെയുള്ള ദുഷ്ടന്മാരുടെ വാക്കും കേട്ട് അവരെ അനുസരിക്കുവാനായിട്ട് അഭിമാനികളായിട്ടുള്ള പത്താന്മാർക്ക് എങ്ങനെ കഴിയുന്നു? നിങ്ങളുടെ ആത്മാഭിമാനം എവിടെ പോയി? ഞാൻ ഉച്ചത്തിൽ ചോദിച്ചു. അവർ ഞാൻ പറയുന്നത് ശ്രദ്ധിക്കുന്നുണ്ട് എന്ന് കണ്ടപ്പോൾ എനിക്ക് കുറച്ചുകൂടി ധൈര്യം തോന്നി. ഞാൻ തുടർന്നു. എൻ്റെ കീഴിൽ ജോലി ചെയ്യുവാൻ ഇഷ്ടമില്ലാത്തവരെ ഉടൻ തന്നെ മൊംബാസയിലേക്ക് മടങ്ങുവാൻ അനുവദിക്കാം. മറ്റുള്ളവർ അവരുടെ ജോലികൾ തുടരുക. നിങ്ങളുടെ ഗൂഢാലോചനയും മണ്ടത്തരവും ഞാൻ ഇത്തവണ ക്ഷമിച്ചിരിക്കുന്നു. ഒടുവിൽ ജോലി ചെയ്യുവാൻ തയ്യാറുള്ളവർ കൈകൾ ഉയർത്തുവാനായിട്ട് ഞാൻ പറഞ്ഞു. തൽക്ഷണം ആൾക്കൂട്ടത്തിലെ എല്ലാവരുടെയും കൈകൾ ഉയർന്നു. തൽക്കാലം ജയം എൻ്റേതാണെന്ന് എനിക്കപ്പോൾ തോന്നി. അവരെല്ലാം പിരിച്ചുവിട്ട് പാറയിൽ നിന്നും ചാടിയിറങ്ങി ഒന്നും സംഭവിക്കാത്ത മട്ടിൽ അവിടെയും ഇവിടെയും 1-2 കല്ലുകളുടെ അളവുമെടുത്ത് അവർ ചെയ്ത ജോലിയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങളും പറഞ്ഞുകൊണ്ട് ഞാൻ റോന്ത് ചുറ്റി തുറന്നു. എനിക്കറിയാം ഈ സമയത്ത് അവർ വളരെ അനിശ്ചിതത്വത്തിലും വൃത്തികെട്ട മാനസികാവസ്ഥയിലുമാണെന്ന്. ഇവരെ ഒരു കാരണവശാലും വിശ്വസിക്കുവാനായിട്ട് കഴിയില്ല. എങ്കിലും വലിയ ആശ്വാസത്തോടെയാണ് 1 മണിക്കൂറിന് ശേഷം ഞാൻ ക്യാമ്പിലേക്ക് മടങ്ങിയത്. എന്നാൽ അപകടങ്ങൾ അതുകൊണ്ടും അവസാനിച്ചില്ല. ഞാൻ വീട്ടിലേക്ക് തിരിച്ചതിൻ്റെ തൊട്ടു പിന്നാലെ വീണ്ടും മറ്റൊരു ഗൂഢാലോചന നടന്നു. മറ്റൊരു മീറ്റിംഗ് അവർ വെച്ചു. അതിൽ അന്ന് രാത്രിയിൽ എന്നെ കൊലപ്പെടുത്തുവാനായിട്ട് അവർ തീരുമാനിച്ചു. ഈ കാര്യം ഉടൻ തന്നെ ജോലിക്ക് വരുന്നവരുടെ സമയം രേഖപ്പെടുത്തുന്ന ടൈം കീപ്പർ എന്നെ അറിയിച്ചു. അവർ അവനെയും കൊല്ലുമെന്ന് ഭീഷണിപ്പെടുത്തിയിരുന്നു. അതുകൊണ്ട് ഇനി മുതൽ പുറത്തു പോയിട്ട് ഹാജർ വിളിക്കുവാൻ ഭയമുണ്ടെന്ന് അയാൾ എന്നോട് പറഞ്ഞു. കടുത്ത ദേഷ്യത്തോടെ ഞാൻ റെയിൽവേ പോലീസിനും ജില്ലാ ഓഫീസർ ശ്രീ വൈറ്റ് ഹെഡിനും ഈ കാര്യങ്ങൾ അറിയിച്ചുകൊണ്ട് വേഗത്തിലൊരു ടെലഗ്രാഫ് ചെയ്തു. അദ്ദേഹം എൻ്റെ സഹായത്തിനായിട്ട് ഉടൻ തന്നെ തൻ്റെ ആളുകളെ 25 മൈൽ ദൂരം റോഡ് മാർഗം മാർച്ച് ചെയ്യിപ്പിച്ച് സൈറ്റിലെത്തിച്ചു. അദ്ദേഹത്തിൻ്റെ പെട്ടെന്നുള്ള ആ നടപടി ഒന്നുകൊണ്ട് മാത്രമാണ് ആ രാത്രിയിലെ ആക്രമണത്തിൽ നിന്നും ഞാൻ രക്ഷപ്പെട്ടത്. 2-3 ദിവസങ്ങൾക്ക് ശേഷം റെയിൽവേ പോലീസ് സ്ഥലത്തെത്തി കലാപത്തിന് ആഹ്വാനം ചെയ്ത പ്രധാനികളെ അറസ്റ്റ് ചെയ്തു. അവരെ മൊംബാസയിലേക്കാണ് കൊണ്ടുപോയത്. ബ്രിട്ടീഷ് കോൺസൽ മിസ്റ്റർ ക്രോഫോർഡിൻ്റെ മുൻപിലാണ് അവരെ വിചാരണ ചെയ്തത്. അവരിൽ ഒരാളാകട്ടെ തൻ്റെ ശിക്ഷയ്ക്ക് ഇളവ് കിട്ടുമെന്ന് വിചാരിച്ച് എന്നെ കൊലപ്പെടുത്തുവാനുള്ള ഗൂഢാലോചനയുടെ മുഴുവൻ കാര്യങ്ങളും വെളിപ്പെടുത്തി. അങ്ങനെ എല്ലാവരും കുറ്റക്കാരാണെന്ന് കണ്ടെത്തി അവരെ കൂട്ടച്ചങ്ങലക്കിട്ട് പലതരം തടവ് ശിക്ഷകൾക്ക് വിധിച്ചു. ഇതിനുശേഷം കലാപകാരികളായ ജോലിക്കാരുടെ കാര്യമോർത്ത് ഞാൻ ഒരിക്കലും വിഷമിച്ചിട്ടില്ല. സാവോയിലെ നരഭോജികൾ എന്ന കഥയുടെ 2ാം ഭാഗം ഇവിടെ തീരുകയാണ്. മൊത്തം 4 പാർട്ടാണ് ഈ കഥയ്ക്കുള്ളത്. 3ാമത്തെ പാർട്ട് ഉടൻ തന്നെ വരും.